ഓക്കെ സോ മലയാള മനോരമയുടെ തൊഴിൽ വീതിയും എമിനൻ പി എസ് സി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു 2 ഡേയ്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഗൈഡൻസ് പ്രോഗ്രാം ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും വാം വെൽക്കം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് എ 2 ഡേയ്സ് അസിസ്റ്റൻസ് പ്രോഗ്രാം. സോ നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഈ ഒരു അസിസ്റ്റൻസ് ഗൈഡൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വന്നവരാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതെന്ന് പറയുന്നത് ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. സോ വി ഹാവ് എ 2 ഡേയ്സ് പ്രോഗ്രാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും നമുക്കൊരു 2 ഡേ പ്രോഗ്രാം ആണ് ഇതിനകത്ത് ഉള്ളത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഞാൻ എടുക്കുന്നത് എക്കണോമിക്സ് ആയിരിക്കും. പക്ഷെ ഞാൻ എക്കണോമിക്സിന് പുറമേ നമുക്കൊരു ഓവറോൾ ഗൈഡൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും അതിന്റെ കാര്യങ്ങളും പിന്നെ എക്കണോമിക്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമായിരിക്കും ഞാൻ നിങ്ങൾക്ക് എടുക്കുക. സോ നമുക്ക് മൊത്തത്തിൽ 6 സെഷൻസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. സ്റ്റാർട്ടിങ് ഫ്രം എക്കണോമിക്സ്, അത് കഴിഞ്ഞിട്ട് ഓരോ സെഷൻസ് ആയിട്ട് ഇന്ന് ഒരു സെഷനും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നാളെ ഒരു 4 സെഷനും കൂടെ ഉണ്ടാവും. സോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ സെഷൻസ് പോവുക. സോ സെഷൻസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ക്ലാസ്സസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് വന്നതാണ്. സോ നിങ്ങൾ മാക്സിമം ഇത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം അത് നിങ്ങൾ ചെയ്യുക. സോ ദാറ്റ്സ് അപ് ടു യു. നമ്മളെ മാക്സിമം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. ഓക്കെ. So, this first question, have you started preparing for Secretariat Assistant 2025? തുടങ്ങിയോ ആരെയും ഒക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ? ഒരു കാര്യം കൂടെ പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീ. ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. കാരണം ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ക്ലാസ് ആകെ ബോറാവും. ഓക്കെ, സോ അതുകൊണ്ട് മെസ്സേജസ് ഇടുക. ഈ വോയിസ് ഓപ്പൺ ചെയ്ത് വോയിസ് ഓൺ ചെയ്ത് പറയണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. മെസ്സേജ് ഇട്ടാലും മതി. കാരണം ക്ലാസ്സസ് എപ്പോഴും ഇന്ററാക്റ്റീവ് ആയിരിക്കണം. അല്ലെ പിന്നെ ഒരു വൺ വേ ലൈൻ ആയി പോകും. ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നു, നിങ്ങൾ കേൾക്കണു, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണെന്ന് എനിക്കും അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. കാരണം ഈ ഓൺലൈൻ ക്ലാസ്സസ് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഇന്ററാക്ഷൻസ് നമുക്ക് കിട്ടില്ല. സോ അതുകൊണ്ട് ഡയറക്ട്ലി കാണാൻ പറ്റില്ല. സോ മാക്സിമം ഇന്ററാക്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. ഓക്കെ, വോയിസ് ഓപ്പൺ ചെയ്ത് പറയണമെന്നേ ഇല്ല, പക്ഷെ മെസ്സേജ് ചെയ്യുക. എങ്കിലേ നമുക്ക് ഇന്ററാക്ഷൻ ഉണ്ടോ, നിങ്ങൾ അവിടെ ഉണ്ടോ, ഉറങ്ങുകയാണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് ആദ്യമേ പറയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ശ്രീലക്ഷ്മി, നോട്ട് എറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ അൽക്ക. ഓക്കെ ഓക്കെ ഓക്കെ. സോ കുറച്ച് പേരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേരൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയായിരിക്കും. സോ നിങ്ങളൊന്ന് വറി ചെയ്യേണ്ട. നമുക്ക് എങ്ങനെ ഇത് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും, ഓഫ് കോഴ്സ്. പിന്നെ നമ്മളൊന്ന് സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കും. കാരണം സിലബസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ എന്താ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നതെന്നൂടെ പറഞ്ഞിട്ട് നമുക്കൊരു ഓവറോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കണം എന്ന് പറയാം. ഞാൻ എന്തൊക്കെ എടുക്കും എന്ന് നിങ്ങൾക്കൊന്നും അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് നമ്മുടെ എക്കണോമിക്സിന്റെ ഒരു റെലവൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കണം. ബിക്കോസ് ഞാൻ എക്കണോമിക്സ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കുഞ്ഞ് അനാലിസിസ് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഈ പറയുന്ന എക്കണോമിക്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. അതിന് പുറമെ ആയിട്ട് ഇതൊരു അസിസ്റ്റൻസ് പ്രോഗ്രാം ആണ്. ഇത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓവറോൾ എങ്ങനെയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ നോക്കേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് അതുകൂടെ നോക്കി പോവാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയാലോ. സോ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, PSCന്റെ എക്സാം പാറ്റേൺ എൻറ്റയർലി ചേഞ്ച് ആയിട്ടുണ്ട്. യു നോ റൈറ്റ്. നിങ്ങൾക്ക് അറിയാം, എക്സാം പാറ്റേൺ എൻറ്റയർലി ചേഞ്ച് ആയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒരു മങ്ങിങ് അപ്പ് രീതിയല്ല PSCക്ക് ഉള്ളത്. ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പുറമെ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. നിങ്ങളൊക്കെ ഒത്തിരി എക്സാംസ് എഴുതിയവരൊക്കെ ഇതിനകത്തില്ലേ? ഉണ്ടോ? LSGI, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാംസ് ഒക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഇതിനകത്ത്? ഒന്ന് പറഞ്ഞേ. ഉണ്ടോ? ഓക്കെ,
ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ അൽക്ക. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ടാവും, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരുണ്ടാവും, ഫസ്റ്റ് ടൈം എഴുതുന്നവരുണ്ടാവും. ഓക്കെ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. സോ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലാതെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. ഒരു ഫ്രം ദ സ്ക്രാച്ച് അല്ലെങ്കിൽ ഫ്രം ദ ബേസ് നമ്മൾ ഒന്നും അറിയാത്ത ഒരാൾ എങ്ങനെ തുടങ്ങുന്നു, അങ്ങനെ നമുക്ക് എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. വി ഹാവ് പ്രിലിംസ്. നമുക്ക് പ്രിലിംസ് ഉണ്ട്. പണ്ടത്തെ പോലെ അല്ല. പണ്ട് എന്ന് പറയുമ്പോൾ പി എസ് സിക്ക് ഒരു സെറ്റ് ഓഫ് എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പൊ അത് മാറി. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. I think secretariat assistant ആവുമ്പോൾ they will be having an interview. Okay, so prelims, mains, interview, ഇങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരിക. സോ പ്രിലിംസ് ക്രാക്ക് ചെയ്യണം, പ്രിലിംസ് ക്രാക്ക് ചെയ്തവർ മെയിൻസ് ക്രാക്ക് ചെയ്തൊരു ഇന്റർവ്യൂ ലോട്ട്. സോ അത് ഒരു വലിയൊരു ഫിൽട്ടറിംഗ് പ്രോസസ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ. സോ ഇറ്റ്സ് എ വലിയൊരു ഫിൽട്ടറിംഗ് പ്രോസസ് ആണ്. ഒരുപാട് ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്യുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ ഡ്രീം ജോബാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കാരണം ഒരിടത്തും പോണ്ട, അവിടെ തന്നെ ഇരിക്കാം എന്നൊരു അട്രാക്ഷൻ അതിനകത്തുണ്ട്. കാരണം എന്റെ പല ഫ്രണ്ട്സും അങ്ങനെ പറയാറുണ്ട്. സോ അപ്പോ ആ ഒരു ജോബിന്റെ ഒരു ഇതും ലൈക്ക് ആ ഒരു ജോബിന്റെ ഒരു ജോബ് പൊസിഷനും അതുപോലെ തന്നെ അതിന്റെ ഒരു സ്കെയിലും അതുപോലെ തന്നെ അതിന്റെ ഒരു മൊത്തത്തിലുള്ള നമ്മൾ അതിന് മുന്നേ ഉള്ള പോസ്റ്റ് എന്ന് പറയുമ്പോൾ വി നോ ഇറ്റ്സ് കേസ്. സോ കേസ് കഴിഞ്ഞാൽ കേരളത്തിൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. സോ ഒരുപാട് പേര് ഡ്രീം ചെയ്യുന്ന ഒരു ജോബാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസ് ഒരുപാട് പേരുണ്ടാവും. സോ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഓരോന്നായിട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി എസ് സി ഇപ്പോൾ എന്ത് ചെയ്തത്, പല 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 സെറ്റ്സ് ആയിട്ട് വെച്ച് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അത്രയും ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടാണ് ആൾക്കാരെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്. സോ അത്രയും ഫിൽട്ടർ ഔട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഓരോ സെഷൻസ് അല്ലെങ്കിൽ ഓരോ കടമ്പകൾ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അറിവുണ്ടാവണം. നമ്മൾ അത്രയും തറവ് ആയിരിക്കണം നമ്മുടെ സിലബസിലും. നമ്മൾ എങ്ങനെയാ ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നുള്ള കാര്യത്തിലും, നമ്മൾ എങ്ങനെ ഈ എക്സാമിനെ നോക്കിക്കാണുന്നു, നിങ്ങൾ ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നിങ്ങൾ അത് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ ടോപ്പിക്സിനെയും എങ്ങനെ പഠിച്ചെടുക്കുന്നു എന്നതിന് ഇത് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു എക്സാമിന്റെ ഈസിനെസ് ലെവൽ ഉണ്ടാവുക. ഓഫ് കോഴ്സ് ഇപ്പൊ LSTA പ്രിലിംസ് ഒക്കെ എഴുതിയിട്ട് മെയിൻസ് ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്കറിയാം പ്രിലിംസിനെക്കാട്ടി ഭയങ്കര ടഫാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കാറില്ലേ പ്രീവിയസ് ഇയർ? സോ പ്രിലിംസ് LSGAന്റെ പ്രിലിംസിന്റെ മെയിൻസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പയർഡ് ടു പ്രിലിംസ്, മെയിൻസ് വരുമ്പോൾ കുറച്ചും കൂടെ ടഫായിട്ടാണ് അവർ. കാരണം അത്രയും ഫിൽട്ടർ ഔട്ട് ചെയ്ത് നമ്മൾ ആൾക്കാരെ മാറ്റുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ അത്രയും തറവാവണം സബ്ജക്റ്റില്. സോ അതിന് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കണം. ഓക്കെ, സോ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ വേണം, എങ്ങനെ അതിനെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് വളരെ സ്ലോലി നോക്കി പോവാം. ആരും ടെൻഷൻ ലഭിക്കേണ്ട, സ്ട്രെസ്ഡ് ആവണ്ട, വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് നോക്കാം എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളത്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ തുടങ്ങാം. യെസ് മാം. ഓക്കെ ഓക്കെ, സോ നമ്മളിപ്പോ ഒരു ഓവറോൾ, ഞാനിപ്പോ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന എക്കണോമിക്സിനെ കുറിച്ചിട്ടല്ല, ഒരു ഓവറോൾ പിക്ചർ ഞാൻ നിങ്ങൾക്ക് തരാം എങ്ങനെയാണ് ഈ ഒരു എക്സാം എന്നുള്ളത്. സോ നമ്മൾ പറഞ്ഞു ആദ്യം എക്സാം പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് 3 സെറ്റ് ആയിട്ടാണ് വരുന്നത്. പ്രിലിംസ്, മെയിൻസ്, പിന്നെ എന്താ വരുന്നത്, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഓക്കെ, സോ അപ്പൊ നമ്മൾ 3 സെറ്റ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. സോ നമ്മുടെ സിലബസ്, സോ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ പ്രിലിംസിന്റെ സിലബസ് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ പ്രിലിംസിന്റെ സിലബസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഉണ്ടോ? ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോ നമ്മൾ ഹിസ്റ്ററി എന്നാണ് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമുക്ക് കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. സോ ഇതിനകത്ത് തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് മാർത്താണ്ഡവർമ്മ, അതേപോലെ തന്നെ മിഡീവിയൽ ഇന്ത്യയുടെ കാര്യങ്ങൾ, റെവല്യൂഷൻസിന്റെ കാര്യങ്ങൾ. സോ അങ്ങനെ പല 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 ഏരിയാസ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ നമ്മളിപ്പം ലാസ്റ്റ് ഇയർ LSTന്റെ എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല
ഇതിനകത്തു നിന്നുള്ള പല ഏരിയാസ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പോർച്ചുഗീസിന്റെ അറൈവലിനെ കുറിച്ചിട്ടുള്ള അറൈവൽ ഓഫ് പോർച്ചുഗീസ്, കേരളത്തിൽ പോർച്ചുഗീസിന്റെ അറൈവലിനെ കുറിച്ചിട്ടുള്ള ഏതൊക്കെ ഫാക്ട്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ LSDന്റെ പ്രീവിയസ് ഇയർ പ്രിലിംസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷന്റെ കോസസ്, റെവല്യൂഷൻസ് എന്ന് പറയുന്നത്. സോ ഫ്രഞ്ച് റെവല്യൂഷന്റെ കോസസ്, വാട്ട് ആർ ദ കോസസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. സോ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾ ഓഫ് ദീസ് ആർ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ ഫ്രഞ്ച് റെവല്യൂഷന്റെ കോസസിന്റെ ക്വസ്റ്റ്യൻ വരാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസിന്റെ അറൈവലിനെ കുറിച്ചുള്ള, സോ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ജോഗ്രഫിയിലോട്ട് വരുമ്പോഴും മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരും, പ്ലാറ്റ്യൂസിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ കേരളത്തിന്റെ റിവേഴ്സ്, പല പല റിവേഴ്സ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. നമ്മുടെ അഗ്രികൾച്ചർ, അതുപോലെ പല പല റിസർച്ച് സെന്റേഴ്സിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. നമ്മുടെ ടോപ്പോഗ്രഫിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പല ഫോംസ് ഓഫ് പൊല്യൂഷൻസ് ഉണ്ട്. സോ പ്ലാസ്റ്റിക് പൊല്യൂഷൻസിനെ കുറിച്ചിട്ട്, പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷന്റെ എന്തൊക്കെ റീസൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫ്രം ജോഗ്രഫി. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഹിസ്റ്ററി ആയി, ജോഗ്രഫി ആയി. ഓക്കെ, സോ ഇതിനകത്തെല്ലാം തന്നെ ഈ ഒരു ടോപ്പിക്സിന് പുറമെ വി നീഡ് വാട്ട്, കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ടു ദ റെലവെന്റ് ടോപ്പിക്. എല്ലാ ടോപ്പിക്കിന്റെ സിലബസിന്റെ ലാസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് അതിന്റെ കറന്റ് അഫയേഴ്സ് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എല്ലാത്തിലും വരുന്നത്. നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സിലബസ് 2024ന്റെ സിലബസ്, പുതിയ ഡീറ്റെയിൽഡ് സിലബസ് ഓൺലൈൻ നെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. സിലബസ് കണ്ട ആരും പേടിക്കണ്ട. ഞാൻ ഈ സിലബസിനെ കുറിച്ചിട്ട് ഓരോ ഏരിയാസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്, നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടും. എങ്ങനെ ഓരോ സബ്ജക്ട്സിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടും. സോ ആ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന ഹിസ്റ്ററിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ജോഗ്രഫീനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഇംഗ്ലീഷിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ അത് വറി ചെയ്യേണ്ട. കാരണം ജോഗ്രഫീനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് എന്തൊക്കെ ഇങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ എന്ത് വരാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അത്രയും നമുക്ക് നോക്കിപ്പോവാം. കാരണം നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ട്. സോ എല്ലാ ഏരിയാസും എങ്ങനെയാണ്, എന്തൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ സിലബസിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എക്കണോമിക്സിന്റെ സിലബസ് നമ്മൾ കുറച്ച് കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്. സോ എക്കണോമിക്സ് അവിടെ നിൽക്കട്ടെ, നമുക്കത് ലാസ്റ്റ് നിൽക്കാം. ഓക്കെ, ലാസ്റ്റ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് വരുന്നത് സിവിക്സ് ആണ്. സോ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ബ്യൂറോക്രസീനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും, ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും. അതേപോലെ RTI, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RTI ആക്ടിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. സോ അതുപോലുള്ള പല ക്വസ്റ്റ്യൻസും വരാം. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. സോ ഇതിനകത്ത് തന്നെ സ്കീമുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. സോഷ്യൽ വെൽഫെയർ സ്കീംസ് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസികളെ കുറിച്ചിട്ട് ഒക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് എക്സാംസിന്, സ്കീംസ് എന്ന് പറയുന്നത് പല എക്സാംസിനും ഒരുപാട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള പല പല സ്കീമുകളുണ്ട്. സോ സ്കീംസ് എന്ന് പറയുന്ന ഒരു സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം സ്കീംസിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യനുകളും നിങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിൽ ആരോഗ്യ കിരണത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഓൾഡ് ഏജ് പീപ്പിളിന്റെ പല പല സ്കീമുകളെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എക്സാംസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് സിവിക്സിനെ കുറിച്ച് പറയാനുള്ള. ഓഫ് കോഴ്സ് എല്ലാത്തിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വി നീഡ് എ തിയറട്ടിക്കൽ ബേസ്. ഓക്കെ, നമ്മളൊരു തിയറട്ടിക്കൽ ബേസ് സബ്ജക്ട്സ് എല്ലാ ഏരിയാസിന്റെയും ഒരു തിയറട്ടിക്കൽ ബേസ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ അതിന്റെ കറണ്ട് അഫയേഴ്സും കൂടെ കണക്ട് ചെയ്ത് പഠിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് നോക്കാം. ഇപ്പൊ നമുക്ക് സിലബസ് ഒന്ന് ഓടിച്ചു നോക്കിപ്പോ. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ക്വസ്റ്റ്യൻ വരും. സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വരുന്നത്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 248 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെയാണ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് എന്നുള്ളത്. ആർട്ടിക്കിൾ 248
സോ ഇതൊരു സ്ഥിരം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഇതിനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ആർട്ടിക്കിൾ 248 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതിനകത്ത് എന്താണ് ആർട്ടിക്കിൾ 248? അറിയോ? വോയിസ് ഫുള്ള് കട്ടാവാണ് അപർണ. അയ്യോ അപർണ ഒന്നുകൂടെ പറയൂ. Residuary powers of legislation. Residuary powers of legislation. Okay. Residuary powers of legislation. Okay, so basically പാർലമെന്റിന്റെ എക്സ്ക്ലൂസീവ് പവേഴ്സിനെ കുറിച്ചിട്ടാണ്. വാട്ട് എവർ ഏത് ലോ വേണമെങ്കിലും മേക്ക് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റർ. അതാണ് ആർട്ടിക്കിൾ 248 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്. സോ ബേസിക്കലി ഇപ്പൊ ഒരാൾ ഇതിന് ആൻസർ പറഞ്ഞു, അപർണ ഷീ നോസ് റൈറ്റ്. സോ കുറെ പേർക്ക് ഇത് അറിയായിരിക്കും, കുറെ പേര് അറിയാമെങ്കിലും ഉത്തരം പറയാത്ത ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും. ഐ നോ കുറെ പേര് ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ആർട്ടിക്കിൾ ഒക്കെ കേൾക്കുന്നത്. കാരണം നമ്മളെല്ലാവരും പഠിക്കുന്നത് പല പല സബ്ജക്ട്സ് പഠിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് വന്നത് അല്ലെ. ഇതിനകത്ത് ബിടെക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ PG കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഈ പറയുന്ന പോലെ കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, മാത്സ് പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. പല പല ഏരിയാസിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും അല്ലെ. അല്ലാതെ നമ്മളെല്ലാവരും ഈ പറയുന്ന എല്ലാ സബ്ജക്ട്സിലും ഫെമിലിയർ ആവണമെന്നില്ല. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ട് വന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ചോദിച്ചാൽ കുറച്ചൊരധികം അറിവുണ്ടാവും. അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ ഫ്രം ദ സ്ക്രാച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണ്, ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അയ്യോ അതെന്താന്ന് ആലോചിക്കും. സോ ഇറ്റ്സ് ഫൈൻ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ബട്ട് ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാംസിൽ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നിങ്ങൾ അറിയുക. അതിന് പുറമേയായിട്ട് നമുക്കിത് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് വരിക. പിന്നെ അതുപോലെ തന്നെ SCBC നിങ്ങൾ കേട്ടില്ലേ, SCBCന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്നാണ്. സോ അങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മൂവിങ് ടു കമ്പ്യൂട്ടർ സയൻസ്. അടുത്ത സെഷൻ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. സോ നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരാണ്, കമ്പ്യൂട്ടറിനെ കുറിച്ച് അവെയർ ആയിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളുടെ ഒരു വിവരം അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണമെന്നില്ല അല്ലെ. നമ്മൾ സ്കൂൾ കാലത്തിൽ പഠിച്ച അല്ലെങ്കിൽ ഒരു +1 +2 വരെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരുണ്ടാവും, ചിലപ്പോൾ 10th വരെ മാത്രം കമ്പ്യൂട്ടർ പഠിച്ചവരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ തിയറി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല അല്ലെ. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇന്റർനെറ്റിനെ കുറിച്ചിട്ട്, സൈബർ ക്രൈംസ് വളരെ കൂടുതലായ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസിനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഹാർഡ്വെയർ. ഓക്കെ, സോറി, കമ്പ്യൂട്ടർ സയൻസിനകത്ത്. ആൻഡ് മൂവിങ് ഓൺ ടു ദിസ് ആർട്ട്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സെഷനിൽ നമുക്ക് കലകളെ കുറിച്ച് പഠിക്കാനുണ്ട്, കായികത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്, നമ്മുടെ കേരളത്തിന്റെ പല പല കലാരൂപങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ കായികം സ്പോർട്സിലോട്ട് വരാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത്. ഇപ്പം ഡേവിസ് കപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാ ഡേവിസ് കപ്പ് വരുന്നത് അറിയോ? ഒന്ന് പറഞ്ഞേ. മെസ്റ്റ് ഇട്ടാലും മതി, പറയണം നിർബന്ധമില്ല, മെസ്റ്റ് ഇട്ടാലും മതി. ഒരു ഗസ്. ഏത് സ്പോർട്സ് ഇവന്റാ ഡേവിസ് കപ്പ്? ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞതേ ഉള്ളൂ, നവംബറിൽ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അറിയോ? യെസ് ഓർ നോ ഒന്ന് പറഞ്ഞേ. അറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ ഇല്ല. വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം വേഗം മുന്നോട്ട് പോവാം. ഇന്ററാക്ഷൻ ഇല്ലാതിരുന്നാൽ ബോർ അടിക്കും നിങ്ങൾക്കും എനിക്കും. ഓക്കെ, ടെന്നീസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ടെന്നീസ് ആണ് ഡേവിസ് കപ്പ്. ഓക്കെ, അറിയാത്തവർക്ക് ആരാ ആൻസർ പറഞ്ഞേ? ജീന.
Aparna. Okay, 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 okay. Thank you, Aparna. Thank you, thank you. ഓക്കെ സോ ടെന്നീസ് ആണ് ഡേവിസ് കപ്പ് വരുന്നത്. ഡേവിസ് ടെന്നീസ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സോ ടെന്നീസ് കപ്പ് വരുന്നത് ഡേവിസ് കപ്പ് വരുന്നത് ടെന്നീസ് എന്ന് പറയുന്ന ഇവന്റിലാണ് വരുന്നത്. സോ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ യു വിൽ തിങ്ക് ദാറ്റ് അയ്യോ എനിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതും നമ്മുടെ വിഷയമല്ല. നമ്മൾ ഇത് പഠിച്ച് എങ്ങനെ ഇതിലോട്ട് എത്താം അല്ലെങ്കിൽ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ എത്താം എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഗൈഡൻസ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് വിഷയമല്ല, പക്ഷെ നിങ്ങളിത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പിന്നെയും നിങ്ങൾക്ക് ഇനി കുറച്ച് നാൾ ഈ പ്രിപ്പറേഷൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങൾ പറയാനായിട്ട് സാധിക്കണം. സോ അതിന് എന്തൊക്കെ ചെയ്യാം അത് നമുക്ക് നോക്കാം. സോ ഇപ്പൊ നമ്മൾ അതിന്റെ കാര്യം പറഞ്ഞു. സോ അതുപോലെ തന്നെ ഇപ്പൊ സാഹിത്യമാണെങ്കിൽ ഈ പറയുന്ന പോലെ സാഹിത്യ അക്കാദമി അവാർഡിന്റെ കാര്യം അല്ലെങ്കിൽ ചില കൃതികളൊക്കെ തന്നിട്ട് ഇത് ആരുടെ കൃതിയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എഴുത്തുകാരൊക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ എഴുത്തുകാര് അല്ലെങ്കിൽ അവരുടെ തൂലികാ നാമങ്ങൾ എന്തൊക്കെയാണ്, പെൻ നെയിം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഏതാണ് അവരുടെ പെൻ നെയിം എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റിവൽസിനെ കുറിച്ച് ചോദ്യം വരാറുണ്ട്. മൂവീസിനെ കുറിച്ചിട്ട് ചോദ്യം വരാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ് എന്നുള്ള ചോദ്യം. ഏതാ ഏതാ അറിയായിരിക്കുമല്ലോ ഒത്തിരി പേർക്ക്. പറഞ്ഞേ. ചെമ്മീനാണോ? അതെ. ചെമ്മീൻ. ആ ചെമ്മീൻ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് പേര്? സാംസങ് എന്ന് മാത്രമേ കാണുന്നുള്ളത്. സേതുലക്ഷ്മി എസ്. സേതുലക്ഷ്മി. ഓക്കെ, സേതുലക്ഷ്മി. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. ഓക്കെ, സോ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ നമ്മൾ അറിയാം നമ്മുടെ ഫസ്റ്റ് കളർ മൂവി ഏതാണെന്നുള്ളത്. സോ അങ്ങനെയൊക്കെ പല പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നൊന്നും ചിന്തിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് ഇടണേ ഗ്രൂപ്പില്. ഓക്കെ, ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ശ്രീലക്ഷ്മി ആൽക്കയൊക്കെ എന്താ ഇപ്പൊ പിന്നെ ഒന്നും മിണ്ടാത്തെ? ചോദ്യത്തിന് ഉത്തരം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ അതോ ഞാൻ ചോദ്യം ചോദിക്കുമെന്ന് പേടിച്ചിട്ടാണോ? ഓക്കെ, സോ ജസ്റ്റ് ഇന്ററാക്ട്. ഓക്കെ, ഇന്ററാക്ട് ചെയ്യാതിരുന്നാൽ ശരിക്കും നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ജസ്റ്റ് ഇന്ററാക്ട്. അറ്റ്ലീസ്റ്റ് എസ് ഓർ നോ എങ്കിലും ഇടാം. ക്വസ്റ്റ്യൻ ഉത്തരം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് എസ് ഓർ നോ എങ്കിലും ഇടാം കേട്ടോ. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ ജസ്റ്റ് ടെൽ മീ. ഓക്കെ, പറയാതിരിക്കുമ്പോഴാണ് അയ്യോ നിങ്ങൾ എന്താ മിണ്ടാത്തേന്നൊരു തോന്നലുണ്ടാവും. പറഞ്ഞോളൂ ലക്ഷ്മി. ഓക്കെ, ലക്ഷ്മി എന്താ പറഞ്ഞതെന്ന് കേട്ടില്ല, ഒന്ന് മെസ്സേജ് ഇടോ. ഓക്കെ, സോ എനിക്ക് എന്റെ ചാർജർ ഇതിന്റെ മുകളിൽ ഇണിഞ്ഞാട് കട്ടിലിന്റെ മുകളിൽ. ഓക്കെ, സോ ജസ്റ്റ് എസ് ഓർ നോ എങ്കിലും പറയാം. നിങ്ങൾ അവിടെ ഉണ്ടെന്നല്ലയോ എന്ന് എനിക്ക് അറിയണ്ടേ, അതുകൊണ്ടാ. ഇറ്റ്സ് ഓക്കെ ആൾക്കാർ പറയാൻ ശ്രമിക്കുക. തെറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, പക്ഷെ പറയാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം നമ്മളിവിടെ നിങ്ങളെ അസസ് ചെയ്യാനല്ല നമ്മള്. ജസ്റ്റ് നിങ്ങൾക്ക് അറിവ് പകർന്നു തരിക, നിങ്ങൾ ഇതിലോട്ട് എക്യുപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ അതുകൊണ്ട് ഉത്തരം അറിയില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റിയെ വേണ്ട. ഓക്കെ ഓക്കെ, സോ ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ട് വരുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഓഫ് കോഴ്സ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുറെ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ റെലവൻസിനെ കുറിച്ചിട്ടും ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ISROയുടെ പല പല മിഷൻസിനെ കുറിച്ചിട്ട് ചോദിക്കുക. ഇപ്പൊ റീസെന്റ് നടന്ന ആദിത്യ എൽ മിഷൻ നിങ്ങൾക്ക് അറിയാലോ. ആദിത്യ എൽ മിഷൻ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സോ പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ പുതിയ പോളിസീസ് ആണ് എനർജി സെക്ടറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ എനർജി സെക്ടർ ഒക്കെ വളരെയധികം എമേർജിംഗ് ആണ്. റിന്യൂവബിൾ എനർജി സെക്ടർ ഒക്കെ എന്നൊക്കെ പറയുന്നത് വളരെ എമേർജിംഗ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ്. സോ അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ പല പല ഏരിയാസിൽ നിന്ന് നമുക്ക് സയൻസ് ആൻഡ് ടെക് എന്ന ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, അതാരാണ്? ശരി, ഓക്കെ. സംസാരിക്കണമെന്നുള്ളവരെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ഓക്കെ, സോ
പറഞ്ഞോ, ഉത്തരം പറയാൻ വേണ്ടി മൈക്ക് ഓൺ ചെയ്തു, അല്ലാതെ മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കേൾക്കേണ്ടി വരും, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ ഫൈൻ. സോ ഇനി മാത്സിലോട്ട് വരുമ്പോൾ നമ്മുടെ കുറെ പേര്, നമുക്ക് എല്ലാവർക്കും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊന്ന് പറഞ്ഞു തീരട്ടെ, എന്നിട്ട് നിങ്ങൾ എന്നോട് പറയാം നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ മാത്സ്, കമ്മിങ് ടു മാത്സ്. ഇപ്പോ സയൻസുകാരാണെങ്കിൽ നിങ്ങൾ മാത്സിൽ കുറച്ച് സൂപ്പർ ആയിരിക്കും. ഇപ്പൊ അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കാകുമ്പോൾ മാത്സ് ഒക്കെ ഭയങ്കര സില്ലി ആയിരിക്കും. ഇപ്പൊ എഞ്ചിനീയറിംഗ് കാരൊക്കെ കുറെ പേര് സ്ഥിരം നമുക്കറിയാം മാത്സ് ഭയങ്കര സില്ലി ആണ്, സിമ്പിൾ ആണെന്ന് പറയാം. സോ മാത്സ് സില്ലി ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. സോ മാത്സിന്റെ സിലബസ് നിങ്ങൾക്ക് അറിയാം. നമ്പർ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. എക്സാംസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. നിങ്ങൾ സ്ഥിരം കാണാറുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഇതിനകത്ത് ആരാ ഉള്ളത്? ഒരാളുടെ പേരെടുക്കട്ടെ, ഉണ്ടാതിരിക്കുന്ന ആരെങ്കിലും പേരെടുക്കാം അല്ലെ. അനന്തു. ഓക്കെ, ജസ്റ്റ് റാൻഡം ആയിട്ടൊരു പേരെടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അനന്തു. അപ്പൊ അനന്തു മിണ്ടാത്ത ആരുടെങ്കിലും മിണ്ടുന്നവരുടെ പേരെടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. സോ അനന്തു ഡെയിലി ട്രാവൽ ചെയ്യാണ്. സോ അനന്തു ഡെയിലി എത്രയാണ്, 25 കിലോമീറ്റർ എന്തില് പോയി, ബസ്സിന് പോയി. അത് കഴിഞ്ഞിട്ട് 7 കിലോമീറ്റർ കാറിൽ പോയി. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 1.5 കിലോമീറ്റർ നടന്നാണ് പോയത്. സോ അനന്തു ഈ സ്ഥലത്ത് എത്താനായിട്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് അനന്തു എത്തിയത്? ഇൻ കിലോമീറ്റേഴ്സ് എത്രയാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. സോ ഇങ്ങനെയുള്ള ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ എത്ര ടൈം എടുത്തു, വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആവറേജ് എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ സ്ഥിരം വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ മാത്സിൽ നിന്ന് കുറെ സിമ്പിൾ ആയിരുന്നു. പിന്നെ വരുന്നത് മെന്റൽ എബിലിറ്റി ആണ്. മെന്റൽ എബിലിറ്റിയിൽ ഇപ്പൊ സീരീസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സീരീസ് തന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഷഹാന? ഓക്കെ, സോ ഇപ്പൊ സീരീസ് തന്നിട്ട് 3, ഇപ്പൊ നമ്മൾ പറയണം 3, 10, 31, അങ്ങനെ ഒരു സീരീസ് തന്നിട്ട് ഇതിനകത്ത് റോങ് ആയിട്ടുള്ള നമ്പർ ഇൻ ദ സീരീസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കാലണ്ടർ ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ വർഷം ഈ ദിവസം ഇത്രയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ വരുമ്പോൾ 25 വരുമ്പോൾ 24 ഒരു ഡേ തന്നിട്ട് അത് 25 വരുമ്പം ഏതാണ് ആ ഡേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ അങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ ഇതിനകത്ത് വരാറുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ ഒക്കെ നിങ്ങൾക്ക് ഈ ടോപ്പിക്സിലോട്ട് വരുമ്പോൾ കിട്ടും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഗ്രാമർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് 20 മാർക്കാണ് ഇംഗ്ലീഷ് ഗ്രാമറിന്, മാത്സിനും 20 മാർക്കാണ്. സോ ഇതിനകത്ത് മനസ്സിലാണ്, മാത്സും അരിത്തമെറ്റിക്സും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ബാക്കി സബ്ജക്ട്സ് എടുത്ത് കളയണതല്ല, ബട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും കൂടുതൽ ട്രിക്കി ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്നതും ഈ 2 ഏരിയാസിലാണ്. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റും. എല്ലാവർക്കും പറ്റുന്നത് അതാണ്. സോ ഇംഗ്ലീഷ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച്, കാരണം നമ്മളിപ്പോ ഈ പറയുന്ന ടെക്നോളജി യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം, വാട്സപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറിൽ പോയിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് എന്ത് പറ്റും? നമുക്ക് തെറ്റിക്കും. എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന അതാണ്. സോ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. സോ അതിനകത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാം. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. സോ സെന്റൻസസിനെ കുറിച്ചിട്ടുണ്ട്, സിനോണിംസ് ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു സിനോണിം ഏതെങ്കിലും ഒരു വാക്ക് തന്നിട്ട് എന്റെ സിനോണിനെ കുറിച്ച് ചോദിക്കും. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് പോലുള്ള കാര്യങ്ങൾ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ചോദിക്കും. ഇതിന്റെ സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിക്കും. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന സംഭവം, ഇഡിയംസ് ചോദിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. ഇംഗ്ലീഷ് ലൈക്ക് 2 സെറ്റ് ആയിട്ടാണ്, ഗ്രാമർ ആൻഡ് വൊക്കാബുലറി 2 സെറ്റ് ആയിട്ടാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് നല്ല തറവാണെങ്കിൽ തന്നെ നമുക്ക് 20 മാർക്സ് കിട്ടും അതിനകത്ത്. അതുപോലെ തന്നെ മാത്സ് നല്ല തറവാണെങ്കിൽ നമുക്ക് 20 മാർക്സ് കിട്ടും, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ മാർക്ക് അടിച്ചു പോകാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഏരിയ ആണ് ഇത് രണ്ടും. സോ ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ, ഓക്കെ. സോ ഇനി മലയാളത്തിലോട്ട് വരുന്ന സമയത്ത്
മലയാളം ഇസ് എ റീജിയണൽ ലാംഗ്വേജ്. റീജിയണൽ ലാംഗ്വേജസ് നമുക്ക് കന്നഡയും തമിഴും മലയാളവും ഒക്കെ ഉണ്ട്. നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് മലയാളത്തിനെ കുറിച്ച് പറയാം. മലയാളത്തിലാണെങ്കിൽ പദശുദ്ധിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും, ഒറ്റപ്പദം, പര്യായം, പിന്നെ 2 വാക്ക് തന്നിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതുപോലെ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പണ്ട് മലയാളത്തിൽ സ്ഥിരം വരുന്ന കാര്യമാണ്. സ്ത്രീലിംഗം, പുല്ലിംഗം, ഇതൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ്. ഒന്നുകൂടെ ബ്രഷ് ചെയ്തെടുക്കുക, കാരണം നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മലയാളത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് സിലബസിനകത്ത് പറയാനുള്ളത്. സോ മൊത്തത്തിൽ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ വി ഹാവ് ഈ റീജിയണൽ ലാംഗ്വേജ് ഉൾപ്പെട്ടിട്ട് 11 ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. 11 സബ്ജക്ട്സ്, 11 ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. സബ്ജക്ട്സ് എന്ന് ഞാൻ പറഞ്ഞതിൽ ഏരിയാസ് എന്ന് പറയാം. 11 ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് GK അകത്ത് വരുന്നത് 8 എണ്ണമാണ്. 8 സബ്ജക്ട്സ് ആണ്. അത് ഏതൊക്കെ വരും? ഹിസ്റ്ററി വരും, ഹിസ്റ്ററി, ജോഗ്രഫി, ജി എന്ന് മാത്രം ഇട്ടാൽ മതിയല്ലോ, എക്കണോമിക്സ്, പിന്നെന്താ വരിക? സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെന്താണ്? ആർട്സ്, സ്പോർട്സ് ആൻഡ് കൾച്ചർ, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ. സോ അങ്ങനെ 8ഓളം സബ്ജക്ട്സ് ആണ് നമുക്ക് ഏതിനകത്ത് വരിക? GK അകത്ത് വരിക. സോ GK കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് മാത്സ് ആൻഡ് റീസണിങ് വരുന്നു. സിമ്പിൾ അരിത്തമെറ്റിക് എബിലിറ്റി, അതിനെ ഞാൻ മാത്സ് ആൻഡ് റീസണിങ് എന്ന് കൊടുത്തു. പിന്നെ നമുക്ക് ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ സബ്ജക്ട്സ് വരിക. സോ ഇതിനകത്ത് എല്ലാം കൂടെ, ഇത്രയും ടോപ്പിക്കിന് എല്ലാം കൂടെ വി ഹാവ് 203 സബ് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാൻ. സോ നമുക്ക് ഇത്രയും ശരിക്കും പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, 203 സബ് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അമ്മോ ഇത്രയും പഠിക്കണമെന്ന് ആലോചിക്കും. പക്ഷെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഓരോന്നിലും ഇച്ചിരി ഇച്ചിരിയേ പഠിക്കാനുള്ളൂ. പക്ഷെ എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോഴേക്കും ഇത്രയും സബ് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ ഇതിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യും, എങ്ങനെ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കും, എങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്ത് പഠിക്കും, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഇല്ലേ? ആണോ അല്ലേ? സോ ഇപ്പൊ നമുക്ക് ഡിസംബറിൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. സോ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു മാസം ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പീരീഡ് കിട്ടും. എന്തായാലും ഒരു 4 മാസമെങ്കിലും നമുക്ക് മിനിമം, ഒരു 4 മുതൽ 5 മാസം വരെ നമുക്ക് മിനിമം എന്തിനു കിട്ടും? പ്രിപ്പറേഷൻ ടൈം കിട്ടും. സോ ഈ 4 മുതൽ 5 മാസം, നിങ്ങൾ 5 എടുക്കേണ്ട, ഒരു 4 മാസം എടുത്തു, ഒരു 4 മുതൽ 5 മാസം വരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മെയ്യിലോ ജൂണിലോ ഒക്കെ നിങ്ങൾക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ PSCയുടെ കാര്യമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് മെയ്യിലോ ജൂണിലോ എക്സാം എക്സ്പെക്ട് ചെയ്യാം. സോ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു 4 മാസം എടുത്താൽ എങ്ങനെ ഈ പറയുന്ന സോ കോൾഡ് സബ്ജക്ട്സിനെ അലോക്കേറ്റ് ചെയ്യും? ഈ 200ഓളം ടോപ്പിക്കുകളെ, സബ് ടോപ്പിക്കുകളെ നിങ്ങൾ എങ്ങനെ പഠിച്ചു തീർക്കും? സോ നിങ്ങൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യും? നിങ്ങൾ എങ്ങനെ ഇത് അലോക്കേറ്റ് ചെയ്യും? നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണ്, വീക്ക് ഏരിയാസ് ഏതാണ്? ഇതെല്ലാം നിങ്ങൾ ഈ ഒരു ടൈമിൽ, ഈ ഒരു 2 ക്ലാസ്സിനുള്ളിൽ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള, സോ ഇതിനകത്ത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഒന്ന് പറഞ്ഞേ, ഒന്ന് മെസ്സേജ് ഇട്ട് ഞാൻ നോക്കട്ടെ. ഇത്രയും കണ്ട സിലബസിൽ പറഞ്ഞേ എന്തൊക്കെയാ നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയാസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കോർ സബ്ജക്ട് ഏതാണെങ്കിലും ഒന്ന് പറഞ്ഞേ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ജസ്റ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേ? ഏതാ ആൾക്കാ? മാത്സ്. ഓക്കെ ശ്രീലക്ഷ്മി. അൽക്കയുടെ ഏതാ? വാട്ട് അബൌട്ട് യു അപർണ? പേര് ചോദിക്കുന്നവർ. ഹിസ്റ്ററി കുഴപ്പമില്ല മാഡം, പക്ഷേ ഹിസ്റ്ററി മാത്സ് കുഴപ്പമില്ല, മാത്സ് ആണ് പാട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇംഗ്ലീഷ് എന്താ? പാടാണ്. ഇംഗ്ലീഷും പാടാണ്. ഓക്കെ ശരി. എന്താണ് പേര്? രാഗി. രാഗി. ഓക്കെ രാഗി. ഓക്കെ ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ കവർ ചെയ്യാൻ പറ്റും. സ്ട്രോങ് ആയിട്ട് കംപ്ലീറ്റ് പഠിപ്പിക്കുമല്ലേ? എല്ലാം പഠിപ്പിക്കും. ഓക്കെ. ഓക്കെ, മാത്സ് കുറച്ച് ടഫാണ് മാം. മാത്സ് കുറച്ച് ടഫാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മള് മാത്സ് നമ്മൾക്ക് എല്ലാം പഠിക്കാനും നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഷോർട്ട് കട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ പറ്റും.
അതുകൊണ്ട് അതൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാവില്ല, അത് നമ്മൾ ആരെയും ഇത് ചെയ്യാൻ സമ്മതിക്കരുത്. ഇപ്പൊ എക്കണോമിക്സ് ആണ് എന്റെ സ്ട്രോങ്ങർ ഏരിയ, എനിക്ക് 5 മാർക്ക് എനിക്ക് എക്കണോമിക്സിൽ കിട്ടണം എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണം. ഇപ്പൊ മാത്സ് ടഫാണ്, എല്ലാ ഏരിയാസും നമുക്ക് മാത്സിൽ പഠിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ അത് സ്ട്രോങ്ങർ ആക്കി വെക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ മാത്സ് നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആയിട്ട്, ഇപ്പൊ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റില്ല, പക്ഷെ ചിലവർക്ക് നമ്പർ സിസ്റ്റം എളുപ്പമായിരിക്കും, സോ അത് പഠിക്കുക. ചിലവർക്ക് പെർസെന്റേജസ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും, അത് പഠിക്കുക. ഇപ്പൊ മെന്റൽ എബിലിറ്റിയിലോട്ട് വരികയാണ്, ഏജസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കില്ലേ, ചിലവർ അതിൽ എളുപ്പമായിരിക്കും, അത് പഠിക്കുക. നമുക്ക് സ്ട്രോങ്ങർ ആയിട്ട് ഇപ്പൊ ഒരു സിലബസ് എടുത്തിട്ട് നമ്മൾക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏരിയാസും എല്ലാവരും അറ്റൻഡ് ചെയ്യാവുന്ന കുറെ ഏരിയാസ് ഉണ്ടാവുമല്ലോ, അത് നമ്മളും അറ്റൻഡ് ചെയ്യാൻ പഠിക്കുക. അത് നമ്മൾ മിസ്സാവുമ്പോഴാണ് നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതാവുന്നത്. എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ എല്ലാവരും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസും നമ്മൾ സ്ട്രോങ്ങർ ആക്കി വെക്കുക. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ആരും അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. സയൻസ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ഈസിയാണ്, മാത്സ് ടഫാണ്, അതൊരു പ്രശ്നമല്ല. വല്ലഭ, ഓക്കെ, ഒന്നുമില്ല, സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏരിയാസ് ഇല്ല എന്ന് പറയുന്നതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഇപ്പൊ ഞാനിപ്പോ പഠിച്ചു എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഞാനിപ്പോ PG എക്കണോമിക്സിൽ എടുത്തു എന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സ് എന്റെ സ്ട്രോങ്ങർ ഏരിയ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്കൊരു ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ നമുക്കത് സ്ട്രോങ്ങർ ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഈസി ആയിരിക്കും. ഒന്നും സ്ട്രോങ്ങർ ആയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഏതിലോട്ടാണോ ഇൻട്രസ്റ്റ് വരുന്നത്, ഏത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അത് പതിയെ നമ്മുടെ സ്ട്രോങ്ങർ ഏരിയ ആയിക്കോളും. അതുകൊണ്ട് സ്ട്രോങ്ങർ ഏരിയ ഇല്ലാത്തവരൊന്നും വിഷമിക്കണം. ഓക്കെ, അതൊന്നും നമ്മുടെ പ്രശ്നമേ അല്ല. ഓക്കെ, സോ ഇതാണ് സിലബസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലെ നിങ്ങൾക്ക്? യെസ്, ഓഫ് കോഴ്സ്, എല്ലാ സബ്ജക്ട്സും ഫ്രം ദ സ്ക്രാച്ച് ആയിരിക്കും പഠിപ്പിക്കുക. കാരണം നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴേ ഈ പറയുന്ന പോലെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലല്ലോ എക്സാമിന് നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ ബേസ് ആണ് എടുത്തു തുടങ്ങുക. ബേസ് മുതൽ എങ്ങനെ പഠിക്കാം, ബേസ് മുതൽ എങ്ങനെ പഠിപ്പിക്കാം, അതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് അല്ലെ. കാരണം ബേസ് ക്ലിയർ ആവാൻ നമുക്ക് പറ്റില്ല. ഇപ്പോഴത്തെ പുതിയ സിലബസ് തന്നെ കോൺസെപ്ച്വൽ ലേണിംഗും ബേസ് തറവ് ആവാതെ പഠിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന കോൺസെപ്റ്റിൽ ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ട് ഫ്രം ദ സ്ക്രാച്ച് തന്നെ ആയിരിക്കും എല്ലാ സബ്ജക്ട്സും എടുക്കുക, ഒന്നും പേടിക്കണം. ഒബ്ജക്റ്റീവ് ആണ്, എക്സാംസ് ഒബ്ജക്റ്റീവ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഞാൻ എക്കണോമിക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ശ്രീലക്ഷ്മി, അപ്പൊ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഓക്കെ, ഞാനിപ്പോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് കാണിച്ചു തരാത്ത എന്താണെന്നറിയോ, നമുക്ക് സമയം കുറവാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു, ഞാൻ അതാ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് കാണിക്കാം, എന്റെ ഏരിയൻ്റെത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ബാക്കി ഏരിയസിൻ്റെത് ഓരോ സബ്ജക്ട്സിന്റെ എക്സ്പേർട്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും, നിങ്ങൾക്ക് കാണിച്ചു തരും, സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഓവറോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക്, ഡീറ്റെയിൽഡ് സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് GK ഉണ്ട്, പിന്നെ എന്തുണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്. സോ ഹിസ്റ്ററിയിൽ എത്ര ഓരോന്നിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. സോ ഹിസ്റ്ററിക്ക് 10 മാർക്ക്, ജോഗ്രഫിക്ക് 5 മാർക്ക്, എക്കണോമിക്സിന് 5 മാർക്ക്, സിവിക്സിന് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന് 10, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 5, സയൻസ് ആൻഡ് ടെക്കിന് 5. സോ ഇതാണ് നമ്മുടെ GKന്റെ സെറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്സിനും ജനറൽ ഇംഗ്ലീഷിനും 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജിന് 10 മാർക്ക്. സോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അയ്യോ അപ്പൊ പിന്നെ എങ്ങനെയാണ് 5 മാർക്കിന് വേണ്ടിയിട്ടൊക്കെ എക്കണോമിക്സ് പഠിക്കണമെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. 5 മാർക്ക് എന്നൊക്കെ പറയുന്നത് 1 മാർക്ക് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കിന്റെ വിലയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് പോകുമ്പോഴാണ്. ഓക്കെ, 1 മാർക്ക്, അര മാർക്കൊക്കെ വൻ വിഷയമാണ്. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചോദിച്ചാലും എഴുതാൻ നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്യൂപ്പ് ചെയ്യണം. അതിനെ നമ്മൾ ആരും തോപ്പിക്കാനായിട്ട് വിടരുത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ഇതാണ് നമുക്ക് ജനറലി എന്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത് ഓക്കെ ആണോ നിങ്ങൾക്ക്? നമുക്ക് അടുത്തയിലോട്ട് പോവാം. Yes, ma'am. You may go to the next topic. ഓക്കെ, ഓക്കെ, ഓക്കെ. സോ ഇനി ഓക്കെ, സോ ഇനി എന്തുകൊണ്ട് MNPC എന്ന് ചോദിച്ചാല്,
ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ എക്സാമുകളിൽ ഒന്നായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. സോ നമ്മൾ MNN-PSC ഒരു ലാസ്റ്റ് ഒരു 3 to 4 years ആയിട്ട് ഈ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്നതും ഈ ഒരു ഇതിൽ PSC എന്ന് പറഞ്ഞ PSC ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാംസിൽ നമ്മൾ ഒരു ലാസ്റ്റ് ഒരു 3 to 4 years ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഉള്ളതാണ്. ഓക്കെ, നമ്മുടെ MNN-PSC. സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാം എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ 2nd റാങ്ക് ഹോൾഡർ, 6th റാങ്ക് ഹോൾഡർ, അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് ഒരു 200 റാങ്ക്സിനകത്തൊക്കെ ഒത്തിരി പേരുണ്ട്. സോ ഇത് നമ്മുടെ ഒരു ലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു 100ഓളം റാങ്കുകൾ നമുക്കൊരു ലാസ്റ്റ് ഒരു 100+ റാങ്ക്സ് ഒരു ലാസ്റ്റ് 3 yearsൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാം ആയിരുന്ന KS ഒരുപാട് ടോപ്പേഴ്സ് നമ്മുടെ MNN-PSC അകത്തു നിന്ന് തന്നെ ഉണ്ട്. ഒരുപാട് KS റാങ്ക്സ് നമുക്കുണ്ട്. നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓഫീസ് സൂപ്രണ്ടന്റ് എക്സാമിൻ്റെ, അതുപോലെ തന്നെ SI സബ് ഇൻസ്പെക്ടർ എക്സാമിന്റെ എക്സാം ഈ വിഷ്ണു, അഞ്ജലിയൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. ഓക്കെ, വളരെ ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, വളരെ ഇന്ററാക്ട് ചെയ്യുന്ന വളരെ ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു അഞ്ജലിയൊക്കെ പല പല സെഷൻ ക്ലാസ്സസിൽ ഇരുന്നിട്ടുണ്ട് MNN-PSCയുടെ തന്നെ. സോ അഞ്ജലി ഇപ്പൊ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ചെയ്യാണ്. ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ഇപ്പോഴും സംസാരിക്കാറുണ്ട്. സോ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ ഒരാളാണ്. സോ ഇവരുടെയൊക്കെ ഇന്റർവ്യൂസ് ഈ പറയുന്ന പോലെ ജ്യോതിരാജിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ KS ആൾക്കാരുടെ ആണെങ്കിലും ഒക്കെ ഇന്റർവ്യൂസ് നിങ്ങൾക്ക് ഏതിനകത്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ MNN-PSCയുടെ യൂട്യൂബ് ലിങ്കിനകത്ത് ഇതിനകത്ത് കിട്ടും. നിങ്ങൾ MNN-PSC നോക്കിയാൽ മതി. ഇത് ജ്യോതിരാജിന്റെ യൂട്യൂബ് ലിങ്ക് ആണ്. സെക്രട്ടറി, ഞാൻ ഇത് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളുടെ ഇന്റർവ്യൂവിന്റെ ആയതുകൊണ്ടാണ് കൊടുത്തത്. സോ എന്തുകൊണ്ട് നിങ്ങൾ ഇത് കാണണമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഇത് കാണണം. കാരണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സ്ട്രാറ്റജി, അവരെന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സ്ട്രോങ്ങർ ഏരിയാസ് അവർ ഇതിനകത്ത് പറയും. സോ അവരുടെ സ്ട്രോങ് ഏരിയാസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അവരെങ്ങനെയാണ് ടൈം മാനേജ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്താണ് ഇന്റർവ്യൂ വീഡിയോസിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഇന്റർവ്യൂ വീഡിയോസ് കേൾക്കുക. ഇപ്പൊ KS എക്സാമിന്റെ ഇന്റർവ്യൂ വീഡിയോസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എല്ലാ എക്സാംസിന്റെ ഉണ്ട്. പിന്നെ ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെസിഫിക്കലി കൊടുത്തത് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി അത് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ്, അവരെന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്തു, അവരെങ്ങനെ പഠിച്ചു, അവരുടെ സ്ട്രോങ്ങർ ഏരിയാസ് എങ്ങനെയായിരുന്നു, അവരെന്തിലൊക്കെ ഫോക്കസ് ചെയ്തു, അവർ പ്രിലിംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തു, മെയിൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ പറയുന്ന ഇന്റർവ്യൂസ് കണ്ടാൽ. സോ അതുകൊണ്ട് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഇതിലോട്ട് പോകും. സോ ഉറപ്പായിട്ടും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ആൻഡ് ഇന്റർവ്യൂ കാണുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞാലും ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് കേൾക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇൻസ്പയർഡ് ആവുക. നമുക്ക് കുറച്ചും കൂടെ ഓക്കെ ഇത് നമുക്കും പറ്റുമെന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക. കാരണം പലരും ഈ പറയുന്ന പോലെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ എക്സാംസിന് പഠിക്കുന്നവരുണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട് നമ്മുടെ എക്സാംസിന് പഠിക്കുന്ന, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഈ പറയുന്ന പോലെ ജോലിക്ക് പോയിട്ട് നമ്മൾ ചില ക്ലാസ്സസിലൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ അവരിങ്ങനെ നമുക്ക് മെസ്സേജ് ഇട്ടിട്ട് പറയും ഞാനൊരു 10 minutes ലേറ്റ് ആവും വരാനായിട്ട്, ഞാൻ ജോലിക്ക് പോയിട്ട് വരുന്നത്. അങ്ങനെ ജോലിക്ക് പോയിട്ട് ട്രാവൽ ചെയ്യുമ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെ അല്ലാതെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സെക്കൻഡ് ഓൺലൈൻ ക്ലാസ്സസ് സെറ്റപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഏത് ടൈമിലും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം, പഠിക്കാം, എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ടും ഇരുന്ന് പഠിക്കരുത്. ഓക്കെ, ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ പഠിക്കണം, അതൊക്കെ ചെയ്യാം. സോ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് വന്നതിന് ശേഷം നമുക്ക് കിട്ടും. സോ ഇവരെല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നവരായിട്ടും ഈ പറയുന്ന ഹൗസ് വൈഫ്സ് ആയിട്ട് പഠിച്ചവരുണ്ട്, വേറെ ജോലിക്ക് പോയിട്ട് വന്ന് 7 മണിക്ക് 8 മണിക്കൊക്കെ ക്ലാസ്സിന് 7 മണിക്കൊക്കെ ഓടി വന്ന് ക്ലാസ്സിന് കയറുന്ന ആൾക്കാരുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് അവരുടെ ഈ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. സോ നിങ്ങൾക്കും ഇങ്ങനെയുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള വീഡിയോ ക്ലാസ്സസ് അല്ലെങ്കിൽ സോ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് നല്ലതാണ്. അതുകൊണ്ട് ഡു ചെക്ക് ഇറ്റ് ഔട്ട്, കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, സോ ഇത്രയുമാണ്
നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഓവറോൾ ഒരു ബിഗ് പിക്ചർ അല്ലെങ്കിൽ ഓവറോൾ ഒരു അസിസ്റ്റൻസിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പോകുന്നതാണ് നമ്മുടെ സബ്ജക്ട് എക്കണോമിക്സ്. തുടങ്ങാം. ഓക്കെ മാഡം, തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്റെ സബ്ജക്ട് ആകുമ്പോ കുറച്ചിങ്ങനെ കുറച്ച് കളർഫുൾ ഒക്കെ ആവും കേട്ടോ. കുറച്ച് കളർഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭയങ്കര ബോറടിക്കില്ല. ഇത്രയും നേരം കുറെ സബ്ജക്റ്റും ഈ പറയുന്ന പോലെ കുറെ സാധനങ്ങളൊക്കെ കണ്ട് ബോറടിച്ചില്ലേ. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ബോറടി മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറ്റുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നിങ്ങൾ കുറെ നേരമായിട്ട് ഞാൻ വെറുപ്പിച്ചുകൊണ്ടിരുന്ന സാധനം, ദ സിലബസിലോട്ട് പോയി തുടങ്ങാം. ഞാൻ എക്കണോമിക്സ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, എക്കണോമിക്സിന്റെ ഏറ്റവും രഹസ്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. സോ ഇനി നമുക്ക് ഈ പറയുന്ന സാധനത്തിന് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സിലബസ്. ഓക്കെ, എക്കണോമിക്സ്. സോ ഇതിനകത്ത് എത്ര പേർക്ക് എക്കണോമിക്സ് അറിയാമോ? ഒന്ന് പറഞ്ഞേ. ഇതുവരെ ഞാൻ ചോദിച്ചില്ലല്ലോ, ഒന്ന് പറഞ്ഞേ. എത്ര പേർക്ക് എക്കണോമിക്സ് ഇഷ്ടമാണ്? എത്ര പേർക്ക് എക്കണോമിക്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്? ഇതുവരെ എക്കണോമിക്സിനെ കുറിച്ച് ഒരു അക്ഷരവും അറിയില്ല, കേട്ടിട്ടേ ഇല്ല, അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാർ ഉണ്ടാവുമല്ലോ. ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഇപ്പൊ എന്താരും ഒന്നും മിണ്ടാത്ത എല്ലാരും കേട്ടിട്ടുണ്ട്, പക്ഷെ ഐഡിയ ഇല്ല. കാര്യമില്ല, കുഴപ്പമില്ല. ഇന്ന് നമുക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാം. ഒന്നും പേടിക്കാനില്ല. ഓക്കെ, ഒരു ഐഡിയ ഇല്ല. ടോപ്പിക്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ ശ്രീലക്ഷ്മി, അത് നമ്മുടെ പ്രശ്നം. ബാക്കിയുള്ളവരോ? ബാക്കി കുറെ പേരൊക്കെ മിണ്ടുന്നുണ്ടായിരുന്നല്ലോ. രാഹി, എല്ലാം കേട്ടിട്ടുണ്ട് മാഡം. എല്ലാം കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശരി. എന്താണെന്ന് അറിഞ്ഞൂടാ. ശരി ശരി, അത് കുഴപ്പമില്ല. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. സോ അറിയില്ല. ഓക്കെ അനന്തു, ഫൈനലി അനന്തുവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അനന്തു ഫൈനലി റിപ്ലൈ ഇട്ടത്. ഓക്കെ, സോ സോ കേട്ടിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ട്. പലർക്കും ഭയങ്കര പേടിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അയ്യോ, ഇത് എങ്ങനെ പഠിക്കും, ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. വലിയ വിഷയമാണ്, എനിക്കറിയാം. സോ എക്കണോമിക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സിലബസിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ഈ പറയുന്ന സബ്ജക്ട് എങ്ങനെ പഠിക്കുന്നത് നമ്മൾ പറയും. ഓക്കെ, സോ ഇതാണ് എക്കണോമിക്സിന്റെ സിലബസ്. ഈ സിലബസ് കണ്ടിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ സിലബസ് ഇങ്ങനെയേ പഠിക്കരുത്. ഇങ്ങനെയല്ല ഞാൻ നിങ്ങൾക്ക് എക്കണോമിക്സ് എടുക്കാൻ പോകുന്നു. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. എന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇതേ അല്ല. സോ നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു സബ്ജക്റ്റും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒഴുക്ക് ഉണ്ടാവുമ്പോഴാണ്. അല്ലെ, നമ്മളൊരു സാധനം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനൊരു ഒഴുക്കുണ്ടെങ്കിലേ ആ ഒരു സബ്ജക്റ്റിനോട് നമുക്കൊരു താല്പര്യം തോന്നുള്ളൂ. ഒരു കഥ പോലെ ഓർത്തിരിക്കാൻ നമുക്ക് പറ്റണം. ഈ പറയുന്ന തിയറികളൊന്നും കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, ഒരു കണക്ഷൻ ഉണ്ടാവണം. അല്ലെ, ഒരു കണക്ഷൻ ഉണ്ടായി ഒരു കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഫ്ലോയി പാറ്റേണിലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സബ്ജക്ട്സ് നമ്മുടെ തലയിലിരിക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്, അല്ലെ? സോ ആ ഒരു ഒഴുക്ക് ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സോ അതിനുവേണ്ടി നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഈ പറയുന്ന പോലെ നാഷണൽ ലിംഗത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ തുടങ്ങില്ല. കാരണം നാഷണൽ ലിംഗം പഠിച്ചാൽ നിങ്ങൾ ഇപ്പൊ ആരും തന്നെ മെജോറിറ്റി ആൾക്കാരും എക്കണോമിക്സ് പഠിക്കാത്തവരാണ്. ആരെങ്കിലൊക്കെ ഉണ്ടാവും ഇതിനകത്ത് എക്കണോമിക്സ് പഠിച്ചത്. ഞാൻ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാരും ഇതിനകത്തുണ്ടാവും, എനിക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കില്ല, അതാണ് എന്റെ പ്രത്യേകത. ഓക്കെ, സോ ഇപ്പൊ പിന്നെ ചോദിക്കും, ക്ലാസ്സസ് തുടങ്ങുമ്പോ. ഇപ്പൊ ചോദിക്കില്ല കേട്ടോ. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പഠിക്കുമ്പോഴും ഒരു ചരിത്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെ? നമ്മുടെ ഇന്ത്യൻ എക്കോണമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇന്ത്യൻ എക്കോണമിക് ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിട്ട് വേണം തുടങ്ങാനായിട്ട്. സോ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇൻഡിപെൻഡൻസിന്റെ സമയത്തുള്ള നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററി എന്നായിരിക്കും നമ്മൾ തുടങ്ങുക. സോ നമ്മൾ പ്ലാനിങ് എന്നായിരിക്കും ആദ്യം തുടങ്ങുക. സോ ഹിസ്റ്ററി ഓഫ് എന്താണ് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലസ് വണ്ണില് ഇന്ത്യൻ ഒരു ബുക്ക് ഉണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവർക്ക് അറിയാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഏതൊക്കെ ബുക്സ് പഠിക്കണം, ഏതൊക്കെ വായിക്കണം, ഇതൊക്കെ പറയാം കേട്ടോ. ഓക്കെ, സോ ഇന്ത്യൻ ഇക്കോണമിക് പ്ലാനിങ് എന്നായിരിക്കും നമ്മൾ തുടങ്ങും. പതിയെ അത് കഴിഞ്ഞ് 5 ഇയർ പ്ലാൻസ് നമ്മൾ എങ്ങനെ നീതി യോഗിലോട്ട് എത്തി, ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ ആദ്യം പഠിക്കും.
പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് സെക്ടർ, സോ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന പല പല സെക്ടേഴ്സ് നമുക്കുണ്ട് അല്ലെ. സോ നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് സെക്ടറിലോട്ട് നമ്മൾ അടുത്ത് പോകും. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ RBI കുറിച്ച് നമ്മൾ പഠിക്കും. RBI പഠിച്ചിട്ട് നമ്മൾ പല പല എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ പോളിസീസും മെഷേഴ്സിനെ കുറിച്ച് പഠിക്കും. അതായത് ടാക്സിനെ കുറിച്ച് പഠിക്കും, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പഠിക്കും, ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കും, പിന്നെ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസി മെഷേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസി മെഷേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് പഠിക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് നമ്മൾ പഠിക്കും. പക്ഷെ അത് സിവിക്സോ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനോ എടുക്കുന്ന ആരെയിലൊക്കെ എടുക്കും. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഇതൊക്കെ. പക്ഷെ നിങ്ങളത് പഠിക്കൂ കേട്ടോ. ഞാനിത് കൂടുതൽ ഫോക്കസ് ചെയ്യാത്തത് ഇത് എന്റെ ഏരിയ അല്ലാത്തതുകൊണ്ടാണ്. ഇത് എടുക്കുന്നത് ഐദർ പോളിറ്റി എടുക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഇത് എടുക്കുക. ഓക്കെ, സോ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കും. ഇതെല്ലാം പഠിച്ചിട്ടേ നമ്മൾ നാഷണൽ ഇൻകത്തിനെ കുറിച്ച് പഠിക്കുള്ളൂ, പ്രൊഡക്ഷനെ കുറിച്ചിട്ട് പഠിക്കുള്ളൂ. ഓക്കെ, സോ എനിക്കൊരു പാറ്റേൺ ഉണ്ട്. ഞാൻ ഈ ഒരു സിലബസ് അങ്ങനെ നിങ്ങൾക്ക് വെട്ടിയല്ല തരാം. എനിക്കൊരു പാറ്റേൺ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ആ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ പഠിച്ചു പോവുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഒഴുക്കുണ്ടാവും. ഒഴുക്കിൽ നമ്മൾ പഠിച്ചു പോകണം. എന്ത് സാധനമാണെങ്കിലും ഒരു ഫ്ലോയിൽ നമ്മൾ പഠിച്ചു പോകണം. ഫ്ലോയിൽ പഠിച്ചു പോയാലേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാതെ നാഷണൽ ഇൻകം പഠിക്കുക, ചുമ്മാതെ പ്രൊഡക്ഷൻ പഠിക്കുക, അങ്ങനെയല്ല. നമ്മൾ ഇന്ത്യയുടെ എക്കണോമിക് ഹിസ്റ്ററിയിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ എക്കോണമിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതാണ് നമ്മുടെ എന്ത് കറന്റ് അഫയേഴ്സ്. ഇതിലായിരിക്കും നമ്മൾ വന്നെത്തുന്നത്. സോ ഇതിനകത്ത് ഈ പറയുന്ന സോ കോൾഡ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു കഥ പോലെ പഠിച്ചു പോകണം. അങ്ങനെ ആയിരിക്കും നമ്മുടെ എക്കണോമിക്സ് ക്ലാസ് പോവാം. ഓക്കെ, സോ ഈ പറയുന്ന ഏരിയാസ് ഒന്നും കണ്ട് പേടിച്ച് ഞെട്ടി തകർന്നു പോകുന്നു വേണ്ട. ഇതൊക്കെ നമുക്ക് പഠിക്കാം, ഈസിയാണ്. എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്തുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു സബ്ജക്ട് നമുക്ക് ഈസി ആവുക. സോ ഇങ്ങനെയാണ് നമുക്ക് അതിനൊരു ഒഴുക്കുണ്ടാക്കി പഠിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെയായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് സിവിക്സ് മൊത്തമൊന്നും ഞാൻ എടുക്കില്ല. ഇതിനകത്ത് കുറച്ച് ഏരിയ ഉണ്ട്. സിവിക്സ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, ഇത് വേണ്ട കേട്ടോ. ഇതെനിക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് പോളിസികൾ, ലാൻഡ് റീഫോംസിനെ കുറിച്ചിട്ട്, ഈ പറയുന്ന സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, ഇതൊക്കെ ആക്ച്വലി എക്കോണമിക്ക് അകത്ത് വരുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പഠിക്കും. ഇത് ആക്ച്വലി നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. കാരണം തിയറിയാണ്, അല്ലെങ്കിൽ കുറെ സ്കീംസ് ആണ്. അപ്പൊ അത് അങ്ങനെ നമുക്ക് പഠിച്ചു പോവാം. കുറച്ച് നോട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇത്രയും. പക്ഷേ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതങ്ങനെയല്ല. ഇത് നല്ലൊരു ബേസ് നിങ്ങൾക്ക് വേണം. നല്ല ബേസ് വേണമെന്ന് വെച്ചാൽ നല്ലൊരു ബേസ് വേണം. നല്ലൊരു ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ തിയറി പഠിക്കാൻ പറ്റുള്ളൂ. തിയറി പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഇതിലോട്ട് വരുമ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇതിന്റെ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല രീതിയിൽ ഒരു ബേസ് ഉണ്ടാക്കി എടുത്താലേ ഈ പറയുന്ന സാധനം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് ഈസിയാണ്. ഈസിലി നമുക്കിപ്പോൾ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. കാരണം നോട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ സ്കീംസ് പഠിക്കുക നമുക്ക് പാടുള്ള കാര്യമാണ്. പക്ഷെ ഇത് വെറും നോട്ട്സ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഇപ്പൊ നാഷണൽ ഇൻകം നിങ്ങൾക്ക് എടുക്കുകയാണ്, നാഷണൽ ഇൻകത്തിന്റെ പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യണം എന്ന് അറിയണ്ടേ. അതുപോലെ തന്നെ ഇപ്പൊ 5 year പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് കുറെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പൊ GST-നെ കുറിച്ച് ചില ചോദ്യങ്ങൾ വരും, ബഡ്ജറ്റിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ വരും, പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. എങ്ങനെ നിങ്ങൾ ഉത്തരം പറയും? എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് നിങ്ങൾ അറിയണം അല്ലെ. ഇന്ത്യ എന്താണെന്ന് അറിയണം പോലെ എന്താണ് റവന്യൂ എന്ന് അറിയണം. എങ്കിലേ റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചു വെക്കാൻ പറ്റൂ? ഇല്ല. സോ റവന്യൂ എന്താണെന്ന് അറിയണം, റവന്യൂവിനകത്ത് റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് അറിയണം, അത് കഴിഞ്ഞിട്ട് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, സോ അത് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമ്മൾ അറിയണം. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കണം. കാരണം നമുക്ക് ഇന്നിരുന്ന് ഫുള്ള് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ഓക്കെ, സോ ഇതാണ് എക്കണോമിക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പൊ തന്നെ കുറച്ച് പേരുടെ ബോധം പോയിട്ടുണ്ടാവും, എനിക്കറിയാം. കുഴപ്പമില്ല. എന്ത് തോന്നി സിലബസ് കണ്ടിട്ട്? കുറെ പേര് പറഞ്ഞു എന്നോട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല, ഇതൊക്കെ കുറെ പേർക്ക് അറിയാം, ഒരു ഐഡിയ ഇല്ല. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല കേട്ടോ. സോ ഇനി
അടുത്ത ലെവലിലോട്ട് പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ശരി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും എനിക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഏരിയ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ശരിക്കും തോന്നുന്നത് ഇത് തന്നെ ആയിരിക്കും. കാരണം കുറെ നേരമായി ഞാൻ തുടങ്ങിയിട്ടല്ലേ, നിർത്തുന്നുമില്ല. എന്നാ ക്വസ്റ്റ്യൻ ഇത്രയും നേരം പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്ന്, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണെന്ന്. അത് തെറ്റാണ്, എനിക്കറിയാം. പക്ഷെ ചോദ്യം ഒന്നും ചോദിച്ച് നിങ്ങളെ പേടിപ്പിക്കില്ല. പക്ഷെ എനിക്ക് കുറച്ച് കൗതുകം കൂടുതലാണ് നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ അറിയണം എന്നുള്ളത് എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. പക്ഷെ എനിക്കറിയാം, ഞാൻ നേരത്തെ നിങ്ങളടുത്ത് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ. സോ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ഒരു രീതി എന്ന് മനസ്സിലാക്കണ്ടേ. സോ എന്റെ കൂടെ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ഇത് പഠിക്കാം, ഇതിനകത്ത് എന്തൊക്കെ വന്നു, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്റെ കൂടെ ഷെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാം ആണ് LSTI പ്രിലിംസ്. സോ ഇതിനകത്ത് ഇപ്പൊ ഫ്രം ദ സ്ക്രാച്ച് ഒക്കെ പഠിക്കുന്നവർ നിങ്ങൾ പേടിക്കേ വേണ്ട കേട്ടോ. ഞാൻ ക്വസ്റ്റ്യനേ ഇപ്പൊ ചോദിക്കില്ല, പേടിക്കേ വേണ്ട. സോ ഇതിനകത്ത് ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആ സിലബസ് ഞാൻ തൊട്ട് മുന്നേ കാണിച്ചിരുന്ന സിലബസ് കണ്ടോ? ഈ സിലബസ് ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോ. ഈ സിലബസ് ഒന്ന് നന്നായിട്ട് നോക്കിക്കോ. നമ്മൾ ഈ ഒരു ഏരിയ നോക്കുന്നില്ല, ഇന്ന് എക്കണോമിക്സ് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ ഒരു ഏരിയ നന്നായിട്ട് നോക്കി വെച്ചോ. ഇപ്പൊ കണ്ടില്ലേ? ഓക്കെ, ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഓർഡർ ഫ്ലോ, ഒരു പാറ്റേൺ പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇതിലെ ചോദ്യങ്ങൾ. നോക്കിക്കോ. പ്ലാനിങ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ നിങ്ങൾക്ക് എടുക്കുക RBI ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ടാക്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് റവന്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു. സോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ഓർഡർ പാറ്റേൺ എന്ന് പറയുന്നത്. എല്ലാ എക്സാമിനും ഇങ്ങനെ ചോദിക്കണം എന്നല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ എക്സാംസിനും ഈ പറയുന്ന പല ഏരിയാസിൽ നിന്നും ചോദ്യങ്ങൾ അങ്ങനെ വരാറുണ്ട്. അതായത് ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. സോ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരുന്നത് ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള. നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കേണ്ടതും അതാണ്. സിലബസിനകത്ത് ഏത് ഏരിയയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എന്നുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞു. സോ ഈ ഒരു 20th ക്വസ്റ്റ്യൻ ഏത് ഏരിയയിൽ നിന്ന് വന്നതാ? പറഞ്ഞേ, 20th ക്വസ്റ്റ്യൻ ഏത് ഏരിയയിൽ നിന്ന് വന്നാ നമ്മുടെ സിലബസില്? Economics. സർവേ, എക്കണോമിക് സർവേ. സോ അത് ഏതാ? കറണ്ട് അഫയർ ആണല്ലേ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് നിന്ന് വന്നിരിക്കുന്നതാണ് എക്കണോമിക് സർവേ. സോ ഇവിടെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഇത് ഏത് ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്? പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് നമ്മുടെ സിലബസിനകത്ത് നിന്ന് വന്നിരിക്കുന്നത്. സോ ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ടാക്സ്. ഇത് എവിടെ നിന്നാ? എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ RBI. ഇത് എവിടെ നിന്നാ വന്നിരിക്കുന്നത്? എക്കണോമിക് പ്ലാനിങ്ങില് 5-year പ്ലാൻസ്. ഓക്കെ, സോ ഐഡന്റിഫൈ ദ ഏരിയ. ഇത് കറണ്ട് അഫയർ. ഓക്കെ, സോ ഐഡന്റിഫൈ ദ ഏരിയ. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ ആദ്യം പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് അറ്റൻഡ് ചെയ്യാൻ അറിയാം എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ഇതാണ് LSTI പ്രിലിംസിന്റെ ഫസ്റ്റ് സെറ്റ്. ഓക്കെ, പല പല എക്സാം സെറ്റ്സ് ഉണ്ട്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇതിനകത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് എടുക്കാത്തത്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അങ്ങോട്ടോ. ഞാൻ ഇതിന് ഒരു ചോദ്യം പോലും നിങ്ങളുടെ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ ഇതിന്റെ ഉത്തരം എന്താ, ഇതിന്റെ ഉത്തരം എന്താ ചോദിച്ചോ. എന്നാലും ചോദിക്കട്ടെ, 20th ക്വസ്റ്റ്യൻ ഉത്തരം അറിയാവുന്ന ആൾ ആരെങ്കിലും ഉണ്ടോ? 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 കറണ്ട് അഫയർ ആയതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത്, വേറൊന്നും ചോദിച്ചില്ലല്ലോ. യെസ് ഓർ നോ? ഓക്കെ, യെസ് ആണ്. ഫൈൻ. ഒരാൾ ഉത്തരം പറഞ്ഞു, ബാക്കി ആരെങ്കിലും അറിയാവോ? ഇല്ല മേഡം, അറിഞ്ഞൂടാ. അത് കുഴപ്പമില്ല. ആൻസർ സി കേട്ടോ. സി ആണ്. ഓക്കെ, ഗുഡ് ഗെസ്. സോ ആൻസർ സി, വി അനന്ത നാഗേശ്വരൻ.
അനന്ത നാഗേശ്വരൻ നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് ഇന്ത്യയിലെ, മീൻസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ്. അദ്ദേഹമാണ് ഈ റിപ്പോർട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കറണ്ട് അഫെയർ. നമ്മളത് പഠിക്കാം, നമുക്കത് പഠിക്കണം, നമ്മൾ എന്താണെന്ന് പഠിക്കും. ഓക്കെ, നമ്മളത് പഠിക്കും. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ ഉത്തരം എല്ലാത്തിനും ഇപ്പൊ നമുക്ക് അറിയാം. ഇപ്പൊ കുറെ പേര് ഗസ് ചെയ്യാനെങ്കിലും റെഡി ആയില്ല, അത് വളരെ നല്ല കാര്യമാണ്. തെറ്റിപ്പോട്ടെ, അത് നമ്മുടെ പ്രശ്നമേ അല്ല. പക്ഷെ നമ്മൾ റെഡി ആവണം ആൻസർ ചെയ്യാനും ആൻസർ പറയാനും. പക്ഷെ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ കോൺഫിഡൻസ് കളയാനൊന്നും അല്ല കേട്ടോ. സോ നമുക്ക് പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ബിൽഡ് ആയിക്കോളും. പക്ഷെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ ഏരിയാസ് നിന്ന് വരും എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്തോ, ബാക്കി നമുക്ക് പഴയ നോക്കാം. ഇനി ഇതിന് ശേഷമുള്ള വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് എക്സാംസ് ആണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ലാസ്റ്റ് ഇയർ നടന്ന 2023 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. സോ ഇതിനകത്തും ഏതൊക്കെ ഏരിയാസ് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഒരു ഇന്ത്യൻ എക്കോണമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇറ്റ്സ് എ ജനറൽ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ എക്കോണമിയുടെ കോവിഡ് പാൻഡമിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് സർവേ നിന്നിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സർവേ ഒരു കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. സോ ഇതുപോലെ തന്നെ വി ഹാവ് ദിസ് റവന്യൂ. ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ബഡ്ജറ്റിനകത്തുനിന്ന് വരുന്ന സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് ഐറ്റം ഓഫ് റവന്യൂ ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കുറച്ചധികം വർഷത്തെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ സ്ഥിരം ഒരു ഇടക്കാലത്ത് സ്ഥിരം വന്നിരുന്ന ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ബഡ്ജറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ആവുന്നത് ഏതിൽ നിന്നാണെന്നുള്ളത്. സോ റവന്യൂ വരുമാനം ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബോറോയിങ്സിൽ നിന്നാണ്. ഓക്കെ, സോ ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. ആൻഡ് ബോറോയിങ്സ് എന്നാണ് കിട്ടുന്നത്. സോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എല്ലാ എക്സാംസിനും സെയിം ആയിരിക്കും. ഈ ബഡ്ജറ്റ് ഇയർ മാത്രം മാറിക്കൊണ്ടിരിക്കും. 2023, 24 ആയാലും ശരി, 24, 25 ആയാലും ശരി, നമ്മൾ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു വർഷം മാറുന്നേ ഉള്ളൂ, ഉത്തരം ഒന്നാണ്. സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്ലാനിങ് കഴിഞ്ഞിട്ട് നീതി യോഗം എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്ലാനിങ് എന്നാണ് നീതി യോഗം എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റിവേഴ്സ് റീപ്പോ റേറ്റ് കേട്ടിട്ടുണ്ടോ? ഇത് ഏത് ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? RBI. ഓക്കെ, വെരി ഗുഡ്. RBIയുടെ മോണിറ്ററി പോളിസി മെഷേഴ്സിൽ ഒന്നാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ചോദ്യം നമ്മൾ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് റിപ്പോ റേറ്റിനെ കുറിച്ച് നല്ലൊരു ഐഡിയ വേണം അല്ലേ? സോ അത് നമ്മൾ ഉണ്ടാക്കി എടുക്കണം. സോ ഇത് RBIക്കകത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെയാണ് ലാസ്റ്റ് 23 വന്ന എക്സാം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടാക്സ് എന്ന് ക്വസ്റ്റ്യൻ, ബഡ്ജറ്റ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ട്, എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള RBI എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, പ്ലാനിങ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സോ ഇത് ഞാൻ പറയുന്നത് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം എന്ന് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പൊ ഞാൻ പറയുന്നത് LDCന്റെ എക്സാമിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ മിസ് എന്തിനാണ് ഈ പറയുന്ന പോലെ LDCനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്? എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്ത് നമ്മൾ ചെയ്ത് നോക്കണം. പ്രീവിയസ് ഇയർ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ നോക്കരുത്. എല്ലാ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ആരും ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരല്ല. നമുക്ക് ബേസ് വേണം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്ത് നോക്കണം. അത് LDC ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും എടുത്തു വെച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ പറയുന്ന ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അവർ പറയുന്നതും ഇത് തന്നെയായിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ ചെയ്ത് നോക്കുന്നത്. എങ്കിലേ നമുക്ക് സബ്ജക്ട് തറാവുള്ളൂ. ഇപ്പൊ നമ്മൾ എടുത്തു വെച്ച ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് പഠിക്കേണ്ട. നമ്മൾ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോഴും ഓരോ ഏരിയാസ് നമ്മൾ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾ ആ കൺസേൺഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് എത്രത്തോളം ആ സബ്ജക്ട് തറവായി നമ്മൾ അറിയണമെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു നോക്കണം. ഓക്കെ, സോ ഇതിലോട്ട് വരുമ്പോൾ LDC എടുക്കുകയാണ്. സോ ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചർ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചർ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. വീണ്ടും നോക്കുക RBIക്കകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതുപോലെ ഇത് സർവേക്കകത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. 2023 ഈ പറയുന്ന പോലെ സീരിയൽസ് തന്നിട്ട് അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നാഷണലൈസേഷൻ ആണ് ഇതാണ്. സോ ഇതും ഈ പറയുന്ന പോലെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനകത്തുനിന്ന് വന്ന ഒരു ചോദ്യമാണ്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ
ആണോ? സോ ഇതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാണ്. ഓക്കെ, സോ ഇത് നോക്കൂ, ഇതും LDCന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നീതിയോ പ്ലാനിങ്ങിനകത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇത് എക്കണോമിക് റീഫോംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ ഇത് പ്ലാനിങ്ങിനകത്തു നിന്ന് തന്നെ വരുന്ന ഒരു കാര്യമാണ് എക്കണോമിക് റീഫോംസ് എന്ന് പറഞ്ഞിട്ട് സാധനം നമ്മൾ പഠിക്കും. സോ ഇതിനകത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് LDCന്റെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. LSTI പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, LDCന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ 10th ലെവലൊക്കെ ഇട്ടേനെ, നമുക്ക് സമയം ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇടുന്നില്ല. സോ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഒന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടതിൽ നിന്നും ഞെട്ടലല്ലാതെ. മാം ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചു. മാം ഈ LDCയിൽ ഇത് കംപ്ലീറ്റ് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം മലയാളമായിരുന്നു. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷിൽ ചോദിക്കോ? ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ. LDCയിലാണെങ്കിൽ മലയാളത്തിലായിരിക്കും. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലോ? സെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. എല്ലാ എക്സാംസിനും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. LDC ഒക്കെ ആകുമ്പോൾ ഫുൾ മലയാളമായിരിക്കും. മാം ഇപ്പൊ ചില പോസ്റ്റുകളുണ്ടല്ലോ, ഇപ്പം ലോവർ ഡിവിഷൻ അക്കൗണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് വരാറുണ്ടല്ലോ. അതിലെങ്ങനെയായിരിക്കും മാം ഈ സിലബസും മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ? ലോവർ ഡിവിഷൻ അക്കൗണ്ടന്റ് ഒക്കെ എനിക്കത് പ്രോപ്പർ ആയിട്ട് അറിയില്ലടാ. നമ്മളത് അതിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല ഞാൻ. ഇപ്പൊ ഡിഗ്രി ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ വരുമോ ക്വസ്റ്റ്യൻ പേപ്പർ? ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിഗ്രി ലെവലാണ് എക്സാം എങ്കിൽ, ഇപ്പൊ LD ആണ് എക്സാം എങ്കിൽ മെയിൻലി LD ലെവലാണ് വരുന്നെങ്കിൽ ഇപ്പൊ ലോവർ ഡിവിഷൻ ഒക്കെ വരുന്നത് നമ്മളൊരു +2 ലെവലല്ലേ വരിക. മോസ്റ്റ് ഓഫ് ദ ടൈം ലോവർ ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ പ്രിയ നമുക്ക് വരുന്നത് എന്തായിരിക്കും? മലയാളമായിരിക്കും നമ്മുടെ മീഡിയം വരുമ്പോൾ, ലോവർ ഡിവിഷൻ ആണെങ്കിൽ. സിലബസ് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല, പക്ഷെ മലയാളമായിരിക്കും നമ്മുടെ മീഡിയം വരിക ലോവർ ഡിവിഷൻ ആണെങ്കിൽ. ഡിഗ്രി ലെവൽ മുതൽ അങ്ങോട്ടുള്ള എക്സാംസ് ആണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ പ്രിയ. ഓക്കെ, സോ പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ. ഇതല്ലാതെ എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലാലോ ഒന്നും പറയരുത്. ഇത്രയും നേരം പറഞ്ഞില്ലേ? സോ ഇനി പറഞ്ഞേ, എന്താ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിലായേ? ഒന്ന് വേഗം പറഞ്ഞേ. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഈ ഉണ്ടല്ലേ? ഈ ഏരിയാസ് എന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എന്ത് തോന്നി? എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് തോന്നി? സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് എല്ലാ ക്വസ്റ്റ്യനും. സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വെരി ഗുഡ് ആൽഫിന, വെരി ഗുഡ്. എല്ലാം നന്നായി പഠിക്കണം, വളരെ നല്ല കാര്യം. നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം അല്ലെ? സോ സിലബസ് ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ് എല്ലാം. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സിലബസിനകത്തു നിന്നുള്ള അല്ലാത്ത പുറത്തുനിന്ന് ഒരു ചോദ്യമില്ല. സിലബസ് അങ്ങനെയേ പഠിക്കണം, ഒന്നും കളയാനില്ല. അതാണ് ആദ്യത്തെ കാര്യം. മനസ്സിലായി കാണുമല്ലോ അല്ലെ? സിലബസ് മൊത്തം അങ്ങ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൺസെപ്ച്വൽ ലേണിംഗ് ആണ് വേണ്ടത്. വളരെ തറോ ആയിട്ട് ഫ്രം ദ ബേസ് മനസ്സിലാക്കി കോൺസെപ്റ്റ്സ് നല്ല ക്ലാരിറ്റി ഉണ്ടാക്കി പഠിച്ചാൽ മാത്രമേ നമ്മൾ ഉത്തരം എഴുതുള്ളൂ. അല്ലാതെ ചുമ്മാതെ എടുത്തു വെച്ച് കാണാതെ പഠിക്കുന്ന ഒരു പരിപാടിയേ ഇതിൽ നടക്കില്ല എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? പിന്നെ ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക, പിന്നെ നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയാസും ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. സോ ഇതാണ് നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ സബ്ജക്ട്സിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണും. റീസെന്റ് ടോപ്പിക്സ് ഉണ്ട്. PDF ഓഫ് ദിസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മലയാള മനോരമയുടെ തൊഴിൽ വീതി കിട്ടില്ലേ, അതിനകത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി, MNN PSCയുടെ അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സാറാ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. PDFs ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വിത്ത് ആൻസർ കീസും ഒക്കെ കിട്ടും. ഇപ്പൊ LFG ഒക്കെ ആണെങ്കിൽ വിത്ത് ആൻസർ കീ നമുക്ക് കിട്ടും. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ക്ലാസ്സസിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യട്ടോ. ഇത് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മളിപ്പോ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സസ് അങ്ങോട്ട് പോകുമ്പോൾ ഇൻടു ദ സിലബസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഏരിയാസും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റും ഒക്കെ ഉണ്ടാവും. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന പോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ഇതിന്റെ
ആൻസേഴ്സും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും അനാലിസിസും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ സാറാ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഞാൻ ചെയ്തത് തന്നെ എന്തൊക്കെയാണ്, ഞാൻ അതാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, എന്താണ് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ച് നോക്കണം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, അസിസ്റ്റൻസ് അല്ല, ഉറപ്പായിട്ടും എല്ലാ ഡെമോ ക്ലാസ്സസ് ഉണ്ടാവും നമുക്ക്. അത് ഫ്രീ ക്ലാസ്സസ് ആയിരിക്കും, പക്ഷെ അങ്ങോട്ടുള്ളതിനൊക്കെ പേയ്മെന്റ് ഉണ്ടാവും. ഷെനോയ്, അതെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എമിനന്റ് PSCന്റെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഓക്കെ. സോ ഇനി നമ്മൾ പോകുന്നത് എക്കണോമിക്സ് എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചിട്ട് പറയാനാണ്. ഓക്കെ, സോ ഈ പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയയും ഇല്ലാത്ത കുറെ പേരുണ്ട് ഇതിനകത്ത് നിന്ന്, എനിക്ക് നന്നായിട്ട് അറിയാം. സോ നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഈ പറയുന്ന സബ്ജക്ട് പഠിക്കാം, ഈ സബ്ജക്ട് എങ്ങനെ പഠിക്കാം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ? സോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് എങ്ങനെ എക്കണോമിക്സ് പഠിക്കാം എന്നുള്ളതിന് കൂടെ നോക്കാം. ഓക്കെ, സോ എല്ലാ സബ്ജക്റ്റിനെ പോലെ തന്നെയും എക്കണോമിക്സിനും ഒരു നല്ല ബേസ് ഉണ്ടാവണം. നമ്മൾ കെട്ടിടം വെക്കുമ്പോൾ ആദ്യം വെക്കാൻ നോക്കേണ്ടത് അതിന്റെ അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ അടിത്തറ ഉണ്ടാക്കിയിട്ടേ അങ്ങോട്ട് പോവുള്ളൂ. ഓക്കെ, അടിത്തറ ഉണ്ടാക്കാത്ത ഒരു പരിപാടിയും നമുക്കില്ല. സോ നമുക്ക് ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പൊ എടുത്തു നോക്കിയാൽ പല പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും NCERT ബുക്സിനകത്തുനിന്നും SCERT ബുക്സിനകത്തുനിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് മുതൽ വരെയുള്ള NCERT SCERT ബുക്സ് അങ്ങ് നിരത്തിയിരുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സോ SCERT ബുക്സ് നമ്മുടെ ഗവൺമെന്റിന്റെ സമഗ്ര എന്നൊരു പോർട്ടൽ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. NCERT ബുക്സ് NCERTയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് PDFs രണ്ടിലെയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ രണ്ടും ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6ാം ക്ലാസ്സിലെ ബുക്ക് അല്ലേ എന്ന് പറഞ്ഞ് കളയരുത്. കാരണം നമ്മുടെ PSCന്റെ പാറ്റേൺ ചേഞ്ച് വന്ന സമയത്ത് 6ാം ക്ലാസ്സിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു എക്കണോമിക്സിൽ. നമ്മളൊക്കെ ഞെട്ടും, 6ാം ക്ലാസ് എന്നൊക്കെ ചോദിക്കും. ശരിക്കും ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ക്ലാസ്സസിൽ ആ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഏത് ഏരിയയിൽ നിന്നാണ് വന്നേക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് അത്രയും സമയമില്ല, അതുകൊണ്ടാണ്. സോ അപ്പോ NCERT ബുക്സ് വായിക്കാം. പിന്നെ ഇനി +1 +2 വരുന്ന സമയത്ത് +1 നമ്മൾ ഇന്ത്യൻ എക്കോണമി വായിക്കണം. ഇന്ത്യൻ എക്കോണമിയുടെ ബുക്ക് ഉണ്ട്, ഇടുന്നു ഇന്ത്യൻ എക്കോണമിയുടെ ബുക്ക് വായിക്കുക. ഈ +2 വരുമ്പോൾ ഇന്ത്യൻ എക്കോണമി വായിക്കും. പിന്നെ നിങ്ങൾ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് ഒക്കെ ഇല്ലേ, അതൊന്ന് വായിച്ചിരിക്കുക. കാരണം എന്തിനാ ഇതൊക്കെ വായിക്കാൻ പറയണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഡിമാൻഡ് എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, ഇപ്പൊ സപ്ലൈ എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, മാർക്കറ്റ് എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, ഇപ്പം ഇൻകം എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് അറിയണ്ടേ. ഇപ്പൊ ഇന്ത്യ എന്താണെന്ന് അറിയാതെ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ, ഇപ്പൊ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണ് എക്കോണമിയിൽ ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ടാണ് പ്രൈസ് കൂടിയത് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഡിമാൻഡ് എന്താണെന്ന് അറിയണം, സപ്ലൈ എന്താണെന്ന് അറിയണം. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ അറിയണം. സോ അതിന് വേണ്ടിയിട്ട് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സിന്റെ ഈ ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, സപ്ലൈ, ഡിമാൻഡ്, മാർക്കറ്റ്, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ്. ഇപ്പൊ മാക്രോ എടുത്താൽ എംപ്ലോയ്മെന്റ്, ഇൻകം, അങ്ങനെയൊക്കെയുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഗവൺമെന്റ് ബഡ്ജറ്റിനെ കുറിച്ചിട്ട് ചാപ്റ്റർ ഉണ്ടാവും, ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമിനെ കുറിച്ച് ചാപ്റ്റർ ഉണ്ടാവും, നാഷണൽ ഇൻകത്തിന്റെ ചാപ്റ്റർ ഉണ്ട് അതിനകത്ത്. അപ്പോ ഫിസ്ക്കൽ പോളിസിനെ കുറിച്ച് ചാപ്റ്റർ ഉണ്ട്, പബ്ലിക് റവന്യൂവിന്റെ ചാപ്റ്റർ ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് മാക്രോയിനകത്തുനിന്നും മൈക്രോയിനകത്തുനിന്നൊക്കെ കിട്ടും. സോ ഇതറിയാൻ വേണ്ടിയിട്ട് വായിക്കാം. ഓക്കെ, ഈ ബുക്സ് വായിക്കുക. ഇതെല്ലാം പഠിച്ച് ഒരു +2 വരെയുള്ള ബുക്ക് വായിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ നോക്കേണ്ട ബുക്കാണ് ശങ്കർ ഗണേഷ് കറുപ്പയുടെ ഇന്ത്യൻ എക്കോണമി കീ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക്. ഞാൻ ബുക്ക് ഇവിടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് നോക്കിയിട്ട്. ഇതാണ് ആ ബുക്ക്, ഇന്ത്യൻ എക്കോണമി കീ കോൺസെപ്റ്റ്സ് ബൈ ശങ്കർ ഗണേഷ് കറുപ്പയ്യ. ഓക്കെ, ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മോശമില്ലാത്ത ബുക്ക് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. മസ്റ്റ് ഹാവ് ആണ്. ഓക്കെ, മസ്റ്റ് ഹാവ് ആൻഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ഹാവ് ആണ്, മസ്റ്റ് റീഡും ആണ്. കാരണം എന്ന് വെച്ചാല് ഇന്ത്യൻ എക്കോണമിയുടെ കോൺസെപ്റ്റ്സ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് വളരെ
സിമ്പിൾ ആയിട്ട് ഒരു IRS ഓഫീസർ എഴുതിയ ബുക്കാണ്. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു IRS ഓഫീസർ എഴുതിയ ബുക്കാണ് കേട്ടോ. ഈ പറയുന്ന ഇന്ത്യൻ എക്കോണമി കീ കോൺസെപ്റ്റ്സ് എന്തായാലും വാങ്ങുക. നിങ്ങൾ ഈ പറയുന്ന PSCന്റെ എക്സാം എഴുതാൻ പോവാണ്, ഡിഗ്രി ലെവൽ എഴുതാൻ പോവാണ്, +2 ലെവൽ എഴുതാൻ പോവാണ്, നിങ്ങൾ KS എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ സിവിൽ സർവീസ് എഴുതാൻ പോവാണെങ്കിലും, ഈ പറയുന്ന പോലെ SSC എഴുതാൻ പോവാണ്, ഏത് എക്സാം എഴുതാൻ പോവാണ്, എക്കണോമിക്സ് ഉണ്ടോ, ഈ ബുക്ക് എന്തായാലും വാങ്ങിയിരിക്കും. ബുക്കിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല, നല്ല ബുക്കാണ്. ഓക്കെ, അത്യാവശ്യം നമുക്ക് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആദ്യം ഇത് വായിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് വരാവുള്ളൂ. അല്ലാതെ നേരെ ചാടിക്കയറി ആവേശം മൂത്തി ഇതിരുന്ന് വായിക്കരുത്, ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, ഇത് രണ്ടും വായിച്ച് നമുക്കൊരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ പതിയെ ന്യൂസ് പേപ്പറിൽ ആ ബിസിനസ് പേജ് ഒക്കെ എടുത്ത് വായിച്ചു. ഞാൻ നിങ്ങളുടെ ആദ്യമേ ന്യൂസ് പേപ്പർ എടുത്ത് ബിസിനസ് പേജ് ഒന്ന് വായിച്ച് പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ പതിയെ ഈ ന്യൂസ് പേപ്പർ എടുത്ത് വെച്ച് ബിസിനസ് പേജ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. സോ അപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നും, ഞാൻ പഠിച്ച സാധനമല്ലേ, ഓക്കെ ഇത് എനിക്ക് അറിയാലോ, റിവേഴ്സ് റീപ്പോ കൂടി അല്ലെങ്കിൽ റീപ്പോ റേറ്റ് കൂടി, RBI റീപ്പോ റേറ്റ് ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, റീപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പേപ്പറിൽ വായിക്കും. ഓക്കെ, സോ അപ്പൊ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. റിവേഴ്സ് റീപ്പോ റേറ്റ് എന്താണെന്ന് അറിയാതെ റിവേഴ്സ് റീപ്പോ റേറ്റ് കൂടി എന്ന് കണ്ടാൽ നമുക്ക് വല്ലതും മനസ്സിലാവും ഇല്ല. പക്ഷെ നമ്മൾ കോൺസെപ്റ്റ്സ് പഠിച്ചിട്ട് പേപ്പർ വായിച്ചു നോക്കും, നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിനകത്ത് മീൻ ചെയ്തെന്നെങ്കിൽ. അപ്പൊ ആ റേറ്റ്സ് നിങ്ങളുടെ തലയിലിരിക്കും. അല്ലാതെ ചുമ്മാ 6.5 ആണ് റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. 6.5% റിവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ ഒരിക്കലും മറക്കില്ല. ഓക്കെ, സോ അതിന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ന്യൂസ് പേപ്പർ റീഡിങ് ഇത് കഴിഞ്ഞ് പതിയെ തുടങ്ങിക്കോ. നേരത്തെ തുടങ്ങാൻ ആഗ്രഹമുള്ളൂ, നേരത്തെ തുടങ്ങിക്കോ. എനിക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വായിച്ചു തുടങ്ങണമെന്നാണ് എക്കണോമിക്സ്, ബാക്കിയുള്ള സബ്ജക്ട് പോലെ എക്കണോമിക്സ്. ഓക്കെ, സോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കര സൂപ്പർ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ചെയ്ത് തകർക്കണം. ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാതെ 10th to ഡിഗ്രി KS നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ അതിലെല്ലാം എക്കണോമിക്സ് ഉണ്ടോ എല്ലാം എടുത്ത് വെച്ച് ചെയ്തോ. എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ തറവാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്കണോമിക്സിൽ സൂപ്പർ ആവും. പക്ഷെ ഈ സബ്ജക്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാനിപ്പോ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടൊക്കെ പറയുന്നു, ബട്ട് സ്റ്റിൽ എല്ലാവർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. സോ എങ്ങനെ ഈ സബ്ജക്റ്റിനൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ എപ്പോഴും ഏതൊരു സബ്ജക്റ്റും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് നമ്മൾ അത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഏതൊരു സബ്ജക്റ്റും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ സബ്ജക്റ്റിനെ ഒന്ന് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. എക്കണോമിക്സ് ആണ് ഏറ്റവും ഈസിലി നമ്മുടെ ചുറ്റും റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് എഗ്രി ചെയ്യോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റും ഒരുപാട് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഭാഗമാകാറുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന തിയറി ഒന്നും പഠിച്ചിട്ടല്ല, പക്ഷെ വി ആർ എ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഏതെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. വേഗം വേഗം പറഞ്ഞേ, നിങ്ങൾക്ക് ചുറ്റുമുള്ള എക്കണോമിക്സ് നിങ്ങൾക്ക് തോന്നിയത്, നിങ്ങൾക്ക് തോന്നുന്നത്. ബാങ്ക്, ഓക്കെ, വെരി ഗുഡ്. വേറെ പറഞ്ഞോ. ഒരു രാജ്യത്തെ എക്സ്പെൻഡിച്ചർ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബജറ്റ് വഴിയാണ്. എക്സ്പെൻഡിച്ചർ കൂടുമ്പം ബജറ്റ് എക്സ്പെൻഡിച്ചർ എങ്ങനെയായാലും ബജറ്റ് അവർക്ക്. അതുകൊണ്ട് നാഷണൽ ഇൻകം എക്സ്പെൻഡിച്ചറും ബജറ്റും കണക്റ്റഡ് ആണ്. നാഷണൽ ഇൻകം, ബഡ്ജറ്റ്, എക്സ്പെൻഡിച്ചർ, ഓക്കെ, വെരി ഗുഡ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, ഓക്കെ, വെരി ഗുഡ്. പ്രൈസ് ഹൈക്ക്, ഇൻഫ്ലേഷൻ, ഓക്കെ. പറഞ്ഞോ ആൽഫിന. ടാക്സ്, ഓക്കെ, നമ്മളെ പോലെയുള്ളവരെ അഫക്ട് ചെയ്യുന്നത് GST ബില്ലുകൾ. നമ്മൾ ഏത് സാധനം മേടിക്കാൻ പോയാലും അതിന്റെ കൂടെ GST ഉണ്ടാവും അല്ലെ. സോ GST, സ്റ്റോക്ക് മാർക്കറ്റ്, ഓക്കെ, ഇൻഫ്ലേഷൻ, ഓക്കെ, ഇതൊക്കെ നമ്മളെ പോലെയുള്ള ആൾക്കാരെ അഫക്ട് ചെയ്യുന്ന നമുക്ക് ചുറ്റുമുള്ള എക്കണോമിക്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ. ഓക്കെ, സോ നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു എക്കണോമിക്സിന്റെ എക്സാമ്പിൾ പെട്രോൾ പ്രൈസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ട്രിവാൻഡ്രത്തുള്ള കോസ്റ്റ് അല്ല പെട്രോളിന്റെ എറണാകുളത്ത്. പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. എന്താ അതിന്റെ റീസൺ?
എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തോട് മുമ്പുള്ള ട്രാവൽ എക്സ്പെൻഡിച്ചർ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, റൈറ്റ്? ഓക്കെ ബാലു, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് അവിടെ നമ്മളെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ. സോ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ് എന്താ? കോസ്റ്റ്. സോ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരും ഇത് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടാണ് എന്നല്ല. നമ്മൾ ആ ഒരു എക്സ്പെൻഡിച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ട്രാവൽ എക്സ്പെൻസ് ഡിഫറൻസ് ആണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ട് അല്ലെ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ? നമ്മളെ പോലെയുള്ള ആൾക്കാരെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ ഇഫ് നമ്മൾ എടുക്കുകയാണ്, ഇപ്പൊ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് നിന്ന് ഔട്ട്സ്കേർട്സിലോട്ട് വരുമ്പോൾ പോലും ഒരു 20 പൈസ 30 പൈസ ഡിഫറൻസ് ഉണ്ടാവും പെട്രോൾ പ്രൈസിന്. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പൊ സിറ്റിയിലാണെങ്കിൽ 107.67 ആണെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി ഇറ്റ് ഇസ് ലൈക്ക് 107.87. അങ്ങനെയാണ്, ഒരു 20 പൈസയുടെ വ്യത്യാസമാണ്. പലരും അത് ശ്രദ്ധിക്കില്ല, പക്ഷെ നിങ്ങൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഡിഫറൻസ് നമ്മളെ ബാധിക്കാറുണ്ട്, നമ്മളെ ശരിക്കും ബാധിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ അറിയണില്ല. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണെങ്കിലും 2 സ്ഥലത്താവുമ്പോൾ പോലും അത് നമ്മളെ ബാധിക്കാറുണ്ട്. സിറ്റിക്കകത്തും സിറ്റിയുടെ പുറത്തും ആവുമ്പോഴും ഈ ഒരു ചേഞ്ച് ഉണ്ട്. 20 പൈസയാണ് നമ്മൾ ശ്രദ്ധിക്കില്ല, പക്ഷെ ലിറ്റർ കണക്കിന് അടിക്കുമ്പോൾ 20 പൈസയ്ക്ക് ഒരുപാട് വ്യത്യാസം വരും. സോ ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? എക്കണോമിക്സിലെ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്. നമ്മൾ പല ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നൊന്നുമില്ല, പക്ഷെ ഇറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, ഇത് നമ്മളെ എഫക്ട് ചെയ്യുന്ന നമുക്ക് ചുറ്റുമുള്ള ഒരു എക്കണോമിക്സിന്റെ എക്സാമ്പിൾ. ഓക്കെ, കോസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ കോസ്റ്റിനകത്ത് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്ക് പറയാം കേട്ടോ. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആറ്റിങ്ങലാണ് മാഡം. ആറ്റിങ്ങലാണ്. ഓക്കെ രാഹി, വേറെ ആരുണ്ട്? ഉണ്ട്, അൽക്കുണ്ട്. ഓക്കെ 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 ശ്രീകാര്യം. ഓക്കെ, ഇപ്പൊ ട്രിവാൻഡ്രംകാരുണ്ട്, അല്ലാത്തവരുണ്ട്. സോ ഈ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഫേമസ് ആയിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ട്, സംസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സംസം അറിയാത്തവർ വളരെ കുറവാണ്. ഇപ്പൊ ഇൻസ്റ്റയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേർക്ക് അറിയായിരിക്കും. ഓക്കെ, സോ ട്രിവാൻഡ്രത്ത് സംസമിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഇവിടെ സംസം റെസ്റ്റോറന്റിന്റെ ഒരു പ്രത്യേകത, അവിടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ചിക്കന്റെ പ്രൈസസ് മാറില്ലേ? ഓക്കെ, ഈ പ്രൈസസ് മാറില്ലേ? ഇപ്പൊ ചിക്കന്റെ പ്രൈസസ് മാറുന്ന സമയത്ത് ഒഫൻസീവ് ആവരുത് കേട്ടോ എല്ലാവരും. ഞാൻ ചിക്കൻ എന്ന് പറയുന്നത് ഫൈൻ, ലൈക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയണം, അതുകൊണ്ട് പറയുമ്പോൾ ചിക്കൻ പ്രൈസസ് മാറുന്ന അനുസരിച്ച് ഈ സംസം റെസ്റ്റോറന്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവര് ചിക്കൻ പ്രൈസസ് കുറഞ്ഞു, സോ നിങ്ങളുടെ മെനുവിൽ ഒരു 10% നിങ്ങൾക്ക് ഒരു റിഡക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു 4 DTP എടുത്ത് സംസമിന്റെ ഓണർ മേളിലും താഴെയായിട്ട് വെക്കും. ഓക്കെ, നിങ്ങൾ ഇനി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കോസ്റ്റ്ലി ആണ്. ഓക്കെ, കോസ്റ്റ്ലി ആണ് എന്നുള്ളതിൽ പുറമെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ സോ എടുത്ത് വെക്കും. കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, പോയിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു 4 DTP എടുത്ത് അതിൽ വെക്കും, മേളിലും താഴെയായിട്ട്. പ്രൈസ് കൂടുമ്പോൾ അങ്ങനെ, പ്രൈസ് കുറയുമ്പോൾ ഇങ്ങനെ. സോ എന്തിനാണ് അങ്ങനെ വെക്കുന്നതെന്ന് അറിയോ? നമ്മള് ഒരു പാളയത്തെ ഏറ്റവും ലാഭം DTP എടുക്കാനാണ്. 75 പൈസയ്ക്ക് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ സംസമിന്റെ ഓണർ നോക്കുമ്പോ ആ ഒരു മെനു കാർഡിൽ നമ്മളൊരു മെനു കാർഡ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ആ ഒരു കട്ടിയുള്ള ബൈൻഡ് കാർഡ് നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഒരു 10 രൂപ 15 രൂപ കൊടുക്കേണ്ട ഒരു ചിലപ്പോൾ ഒരു മെനു കാർഡ് പ്രിന്റ് ചെയ്യാം. ഒരു DTP എടുക്കാൻ 75 പൈസ ഇടണമെങ്കിൽ ഏതാ ലാഭം? ഒരു 4 DTP എടുത്ത് മേളിലും താഴെയും പേസ്റ്റ് ചെയ്യുന്നതാണ് ഓണറിന് ഏറ്റവും എളുപ്പം. കാരണം എന്താ? മെനു പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇതിനെക്കാട്ടി ചാർജ് ആവും. സോ അതിനെ നമ്മൾ പറയുന്നതാണ് മെനു കോസ്റ്റ്. എക്കണോമിക്സിൽ നമ്മൾ ഇതിനൊരു പേരിട്ട് വിളിക്കും. നമ്മൾ എല്ലാത്തിനും എക്കണോമിക്സ് പേരിടും കേട്ടോ, മെനു കോസ്റ്റ്. സോ ഇത് ഇവിടെയും കോസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. സോ എന്താ, മെനു ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് ലാഭിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4 DTP എടുത്ത് ഒട്ടിക്കുന്നത്. 75 പൈസയുടെ 4 DTP എടുക്കുന്നതാണോ 15 രൂപയുടെ ഒരു 10 മെനു എടുക്കുന്നതാണോ നമുക്ക് ലാഭം? 25 പൈസയുടെ 4 DTP. സോ അവിടെ സംസമിന്റെ ഓണർ മെനു കോസ്റ്റ് എന്താണെന്ന് പഠിച്ചിട്ടാണോ ഈ പറയുന്ന എന്ത് ചെയ്യുന്ന DTP എടുത്ത് പ്രിന്റ് ചെയ്യണം? അല്ല, ലാഭം ഇതാണ് ലാഭം അല്ലെങ്കിൽ ഇതാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാണ്. പക്ഷെ നമ്മൾ എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്? മെനു കോസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അദ്ദേഹത്തിന് പോലും അറിയില്ല. പക്ഷെ എക്കണോമിക്സ് പഠിച്ച് നമ്മൾ മനസ്സിലാക്കണം, അവിടെ അപ്ലൈ ചെയ്തത് മെനു കോസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. സോ ഇത് നമ്മളെ പോലെയുള്ള ആൾക്കാരെ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമുക്ക് ചുറ്റുമുള്ള ഒരു എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇത് ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചാൽ അത് ഞാൻ ലാസ്റ്റ് പറയാം സാറാ. ഓക്കെ, ഞാൻ മെസ്ഡ് ഇടാം. ഓക്കെ, പേഴ്സണൽ ക്വസ്റ്റ്യൻ അതുകൊണ്ട്. ഓക്കെ, സോ നമുക്ക്
ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ? അപ്പൊ ഇത് മെനു കോസ്റ്റ് നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. സോ ഇനി മൂന്നാമതൊരു എക്സാമ്പിൾ ഉണ്ട്. എക്കണോമിക്സ് നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ നമ്മള് കേക്ക് കഴിക്കണോ നിങ്ങൾ? ഓക്കെ, കേക്ക് കഴിക്കുകയാണ്. ഒരു പീസ് കേക്ക് നിങ്ങൾ കഴിച്ചു. ഒരു പീസിൽ നിന്ന് രണ്ടാമത്തെ പീസ് കേക്കിലോട്ട് നിങ്ങൾ പോവാണ്. നിങ്ങൾക്ക് എന്ത് തോന്നും? രണ്ടാമത്തെ പീസ് കേക്ക് നിങ്ങൾ അതേ ഒരു എക്സൈറ്റ്മെന്റോടെ കഴിക്കുമല്ലേ? മൂന്നാമത്തെ പീസ് കേക്ക് ആകുമ്പോഴേക്കും നമ്മുടെ എക്സൈറ്റ്മെന്റ് കുറച്ച് കുറയും. നാലാമത്തെ പീസ് കേക്ക് ആകുമ്പോഴേക്കും നമ്മൾ വെറുക്കും. നമ്മൾ ചിലവർക്ക് പറ്റില്ല, പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും എന്താണ് ചെയ്യുന്നത്? നമുക്കത് മടുപ്പാവും. അഞ്ചാമത്തെ പീസ് കേക്കും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് കുറെ നാളത്തേക്ക് കേക്കിനെ കുറിച്ച് ചിന്തിക്കാതെ ആവും, അല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ല നിങ്ങക്ക്? ഉണ്ടോ ഇല്ലേ? ഉണ്ടാവാറുണ്ട്. സോ ഇതിനെ നമ്മൾ എക്കണോമിക്സിൽ ഒരു പേരിട്ട് വിളിക്കും, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, DMU. നമ്മുടെ യൂട്ടിലിറ്റി കുറയാണ്, നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി. ഒരു അഡീഷണൽ സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡീഷണൽ സാധനം വീണ്ടും വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനോടുള്ള യൂട്ടിലിറ്റി കുറയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ടെംപ്ടേഷൻ കുറയുന്നതിനെയാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കും. നമ്മൾ എക്കണോമിക്സ് പേരിട്ട് വിളിക്കും. പക്ഷെ നിങ്ങൾക്ക് DMU ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ കഴിക്കാതിരിക്കുന്നത്? അല്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ? നമ്മളും ഇതിന്റെ ഭാഗമാവുകയാണ് എക്കണോമിക്സിന്റെ. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ എല്ലാത്തിനും എക്കണോമിക്സുകാർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എല്ലാത്തിനും പേരിട്ട് വിളിക്കും. സോ ദിസ് ഇസ് DMU, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ഇറ്റ്സ് എ കോൺസെപ്റ്റ്, ഇക്കണോമിക്സിന്റെ കോൺസെപ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഇത് വരാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് DMU ആണ് ഉണ്ടാവുന്നതെന്ന്. നമ്മൾ പറയും നമുക്ക് DMU ആണ് ഉണ്ടായിരുന്നത് ഇക്കണോമിക്സ് ആയിരുന്നു, പക്ഷെ നിങ്ങളത് പറയില്ല. പക്ഷെ നിങ്ങളെ അഫക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഒരു കോൺസെപ്റ്റിന്റെ ലൈക്ക് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഒരു എക്സാമ്പിളിന്റെ കോൺസെപ്റ്റ് എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യോട് പറയാം, കുറെ പറഞ്ഞാൽ ബോറടിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഹൈപ്പർ മാർക്കറ്റ്സിലും സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ പോവാറില്ലേ? ഉണ്ട് അല്ലെ? ഭയങ്കര സന്തോഷമാണല്ലോ. ഓക്കെ, സോ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മോൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ലുലു മോളാണ്, അല്ലെ? ഒരുപാട് മോളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ, പക്ഷെ ലുലു എന്ന് പറയുമ്പോൾ വേറൊരു വികാരമാണ്. സോ ലുലു മോളിൽ പോകുന്നു, നിങ്ങൾ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ടേഷൻ എന്ന് പറയുന്ന സാധനം ഹൈ, റൈറ്റ്? അവിടുത്തെ അറേഞ്ച്മെന്റ്, അവിടുത്തെ കളർ കോഡിങ്, അവിടുത്തെ ഈ പറയുന്ന ലൈറ്റിങ് എല്ലാം കാണുമ്പോൾ ഒരു സാധനം പോലും വാങ്ങാൻ പറ്റാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് അത്രയ്ക്ക് അല്ലെങ്കിൽ മനക്കെട്ടി ഉണ്ടാവണം നമ്മൾ ഒന്നും വാങ്ങാതെ ഇറങ്ങണമെങ്കിൽ. ഒരു സാധനങ്ങളും നമ്മൾ എടുക്കാതെ ഇറങ്ങില്ല, അല്ലെ? നമുക്ക് ഭയങ്കര ടെംപ്ടേഷൻ ആയിരിക്കും, ഇല്ലേ? ആണോ അല്ലേ? ആ, ഇല്ല, വാങ്ങില്ല. വാങ്ങുന്നാണോ വാങ്ങില്ല എന്നാണോ? എനിക്ക് ടെംപ്ടേഷൻ ഒന്നും തോന്നാറില്ല. ടെംപ്ടേഷനെ തോന്നാറില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത്രയും കൺട്രോളിങ് കപ്പാസിറ്റി ഉണ്ടാവാറുള്ളൂ. അൽക്കൊക്കെ പറയുന്നുണ്ട്, അൽക്കൊക്കെ ഭയങ്കര ടെംപ്ടേഷൻ ആണെന്ന്. അത്രയും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ആൾക്ക് ഇപ്പൊ നോർമലി നമ്മള് നോർമൽ അല്ലാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, മെജോറിറ്റി ആൾക്കാർക്കും ദർ വിൽ ബി എ ടെംപ്ടേഷൻ, റൈറ്റ്? നമുക്ക് എന്തെങ്കിലും എടുക്കണം എന്നുള്ള ഒരു ടെംപ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മൾ ബിൽ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ കുറെ സ്നാക്സ് അല്ലെങ്കിൽ മഞ്ച് ചെയ്യാനായിട്ട് കുറെ സാധനങ്ങൾ വെച്ചേക്കും. ഓക്കെ, കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ ബില്ല് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു ചോക്ലേറ്റ് എടുക്കണോ നമുക്ക് തോന്നില്ല, എന്തേലും എടുക്കാം. അതൊക്കെ നമ്മൾ പിന്നെയും ഇത് ചെയ്യും. പക്ഷെ അവിടെ കൂടെ ഫുള്ളി നടക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം എടുക്കാനായിട്ട് ഒരു തോന്നലുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് എ ടെംപ്ടേഷൻ, റൈറ്റ്? സോ നമ്മുടെ സെൻസസ് വർക്ക് ചെയ്യുന്നതും നമ്മുടെ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നതിനും ഭാഗമായിട്ടാണ് നമ്മൾ അതിലോട്ട് എത്തുന്നത്. അതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. പക്ഷെ എക്കണോമിക്സിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും എന്ന് അറിയോ? ന്യൂറോണോമിക്സ് എന്ന് പേരിട്ട് വിളിക്കും. കാരണം എന്താ, നമ്മുടെ സെൻസസ് വർക്ക് ചെയ്ത്, നമ്മുടെ ന്യൂറോൺസ് വർക്ക് ചെയ്ത് അവിടുത്തെ ഒരു കളർ കോഡിങ്ങും അറേഞ്ച്മെന്റും കണ്ടിട്ട് നമ്മുടെ കൈ അറിയാതെ അങ്ങോട്ട് പോകും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോണോമിക്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചുറ്റും എക്കണോമിക്സ് ഒരുപാടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ അതിന്റെ ഭാഗമാകാറുണ്ട്. അതൊരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയും, മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയും. നമ്മൾ എക്കണോമിക്സുകാരെ പല 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 പേരിട്ട് ഇതിനെ വിളിക്കും. അങ്ങനെ നമുക്ക് ചുറ്റും നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഉണ്ട് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ
ഏതൊരു സബ്ജക്റ്റിനെയും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇങ്ങനെയുള്ള എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോഴാണ്. സോ എന്ന് മുതൽ നിങ്ങൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് തോന്നുന്നു, നമ്മൾ എന്ന് മുതൽ നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്നു, അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നു, അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങുന്നു, അന്ന് മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്കണോമിക്സും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങും. ഓക്കെ ഓക്കെ. സോ അപ്പോ ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ. സോ അപ്പൊ എക്കണോമിക്സ് പഠിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ടോ? യെസ് മാം. ഓക്കെ. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള ക്ലാസ്സസിന്റെ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു അൽക്ക. കേട്ടിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സാറ, പാളയത്ത് അവിടെയുള്ള കുറെ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്സ് ഉണ്ട്, സോ അവിടെ നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇനി ഒരു സെഷനും കൂടെ ഉണ്ട്. സോ ഞാനിപ്പോ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ബൈ. Thank you, ma'am.